പരിശുദ്ധ ഖുർആനും തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ മഹത്തുക്കളുടെ കിതാബുകളുടെ രചനകളിലുമെല്ലാം തന്നെ പരിശുദ്ധമായ വൃത്തിയുള്ള നല്ല വസ്ത്രധാരണത്തെക്കുറിച്ച്, അതിന്റെ അലങ്കാരത്തെക്കുറിച്ച്, അതിന്റെ പ്രൗഢിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ഈ വസ്ത്രധാരണ രീതി മനുഷ്യൻ ഇന്ന് വികലമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിനീതന്റെ ഇന്നത്തെ വിഷയം കൊണ്ടുപോകുന്നത് തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിലേക്കാണ്. പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയും ഇന്ന് അന്യമല്ല, മോശമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, അറിയുന്ന വസ്തുതയാണ്. എന്നിരുന്നാലും വിഷയത്തിന്റെ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരിലേക്കാണല്ലോ, സ്ത്രീകളിലേക്കാണല്ലോ അത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നതായ ഏതാനും ചില വിഷയങ്ങൾ, മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് വിരമിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വസ്ത്രധാരണ രീതി മനുഷ്യന്റെ വികലമായ രീതിയിലേക്ക് കൊണ്ടുവന്നത്, അതിന് ദുർബോധനം നടത്തിയത് ആദ്യമായിട്ട് പിശാചാണ് എന്ന് ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന വസ്തുതയാണ്. പിശാചാണ് മനുഷ്യന്റെ വസ്ത്രധാരണ രീതിയെ ആദ്യമായി വികലമായി ചിത്രീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കണമെന്ന് അവൻ ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി കൂടിയാലോചനയ്ക്ക് വേണ്ടി മലക്കുകളോട് സംവദിക്കുകയും ചെയ്തപ്പോൾ, അല്ലാഹുവേ, ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വാരി വിതറുന്ന മാനവനെ എന്തിനു സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മലക്കുകൾ അതിന് പ്രതികരണം നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ലോകത്തുള്ള സർവ്വവിധ വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു. എല്ലാം അറിവ് നേടിയതായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ മലക്കുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജഗന്നിയന്താവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ എതിരായിരുന്നല്ലോ. അഥവാ മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കേണ്ട, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുമെന്നാണല്ലോ നിങ്ങളുടെ കമന്റുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഈ കാണുന്നതായ, ഈ നിരത്തി വച്ചിരിക്കുന്നതായ വസ്തുക്കൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ സർവ്വവിധ വസ്തുക്കളെയും മലക്കുകളുടെ മുന്നിലേക്ക് പ്രൊസീഡ് ചെയ്തിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ വസ്തുക്കളുടെ മുഴുവൻ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും നിങ്ങൾ എനിക്ക് വിവരിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളാണ് ഏറ്റവും മേന്മയുള്ളവർ, ആദമിനേക്കാൾ നിങ്ങളാണ് ഏറ്റവും പവിത്രതയുള്ളത് എന്ന് ഞാൻ അംഗീകരിക്കുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ മലക്കുകൾ ഒന്നടങ്കം കൈമലർത്തി, അല്ലാഹുവേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീയാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, നിനക്ക് മാത്രമാണ് വിജ്ഞാനമുള്ളവൻ, ഞങ്ങൾക്ക് അറിവില്ല പടച്ച റബ്ബേ. അറിവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം. നീ നിരത്തി വെച്ചിരിക്കുന്ന സർവ്വവിധ വസ്തുക്കളും നീ പഠിപ്പിച്ചു തരാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറുപടി കേട്ടുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഈ വസ്തുക്കളുടെ മുഴുവൻ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും മലക്കുകൾക്ക് നീ വിവരിച്ചു കൊടുക്കും. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യ പ്രവാചകനും ആദ്യ മനുഷ്യനുമായ ആദം നബി അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മലക്കുകൾ ഒന്നടങ്കം സാഗൂതം ശ്രദ്ധ ചെലുത്തി സർവരും കേട്ടു. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും സർവ്വതും വിവരിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ശ്രവിച്ച് കേട്ടതായ വ്യക്തിത്വങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആദരവ് അർപ്പിച്ചുകൊണ്ട് അറിവുള്ളവനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അവിടെ വെച്ചുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്നു. അറിവുള്ള വ്യക്തിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ആ അറിവുള്ള വ്യക്തിയെ ആദര സൂചകമായിട്ട് നിങ്ങൾ സുജൂദിൽ വർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നടങ്കം സുജൂദ് ചെയ്തു. എല്ലാ മലായികത്തുകളും ഒന്നടങ്കം സുജൂദ് ചെയ്തു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിവ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തപ്പോൾ മലക്കുകൾ ശ്രവിച്ചപ്പോൾ ആ മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദരവും ബഹുമാനവും വർദ്ധിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എല്ലാ മലായികത്തുകളും ഒന്നടങ്കം സുജൂദ് ചെയ്തു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ള സർവ്വവിധ മലക്കുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് കൊണ്ട് വർത്തിച്ചു അത്രേ. ഇബ്ലീസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ സുജൂദ് ചെയ്തു. എന്താ ഇബ്ലീസ് ചെയ്തത്? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അഹങ്കരിക്കുകയും അഹന്ത വെക്കുകയും ചെയ്തു ഇബ്ലീസ്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ആദം നബി അലൈഹിസ്സലാമിന് തീ കൊണ്ട് സൃഷ്ടിച്ചതായ എന്നെ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ഞാൻ സുജൂദ് ചെയ്യണമോ എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബിനോട് അവൻ ചോദിച്ചു അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനോട് ഗൗരവസ്വത്തിൽ അവനോട് വല്ലാത്ത രീതിയിൽ വല്ലാത്ത ഭാഷയിൽ വർത്തിച്ച ഇബ്ലീസ് എന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ അടിമയുടെ സ്വരച്ചേർച്ചയില്ലായ്മ കേട്ടപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനോടായി പറഞ്ഞു, ഖാല ഖുറുജ് ഫഇന്നക മിനസ് സാഗിരീൻ. ഓ ഇബ്ലീസേ, ഇതുവരെ എന്റേതായ കഴിവിൽ എന്റെ അധീനതയിൽ കഴിഞ്ഞിരുന്ന നീ എന്റെ മുന്നിലേക്ക് ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ആദരവും ബഹുമാനവും വർത്തിക്കാത്തതിന്റെ പേരിൽ, അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദര സൂചകമായി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോൾ എന്റെ കൽപ്പനകളെ തിരസ്കരിക്കുകയും തൃണവൽഗണിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഉഖ്റുജ് ഫഇന്നക മിനസ് സാഗിരീൻ. നീ പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിൽ നിന്ന്, അതിന്റെ അനുഭൂതിയിൽ നിന്നും ആസ്വാദനത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോകുക. സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ ഇബ്ലീസിന്റെ മനം മാറി. ഉടനെ തന്നെ അള്ളാഹുവിനോട് അവൻ അടവ് നയം. അവൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു, അള്ളാഹുവേ, പടച്ച റബ്ബേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സാവകാശം നൽകണം, ഉടനെ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് റബ്ബേ. ഖാല അൻളിർനീ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ,
എന്റെ വിഷയത്തിൽ, എന്റെ ശിക്ഷയുടെ കാര്യത്തിൽ അഥവാ നിന്നോട് ഞാൻ എതിര് പ്രവർത്തിച്ചല്ലോ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ, ഉടനെ തന്നെ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് അല്ലാ. ആദമെന്ന് പറയുന്ന നിന്റെ ഒരു സൃഷ്ടിക്ക്, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ സൃഷ്ടിക്ക് സർവ്വവിധ വിജ്ഞാനങ്ങളും നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവനെ ആദരസൂചകമായി സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നിന്റെ കൽപ്പനയ്ക്ക് തിരസ്കരിച്ചതിന്റെ പേരിൽ, നിന്റെ കൽപ്പനയെ ശിരസാ വഹിക്കാത്തതിന്റെ പേരിൽ എന്നെ ഉടനെ പിടിച്ച് ശിക്ഷിക്കരുത് അല്ലാ. ഖാല അൻളിർനീ ഇലാ യൗമി യുബഅസൂൻ. ഖിയാമത്ത് നാൾ വരെ, നാളെ സർവരെയും പുനർജീവിപ്പിക്കുന്ന വേള വരെ എന്റെ ശിക്ഷയെ ഒന്ന് പിന്തിപ്പിക്കണം അല്ലാ. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടിയും കൊടുത്തു. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ. ഓ ഇബ്ലീസേ, നീദാസ് എന്നെന്നും സാവകാശം ചെയ്തവരിൽപ്പെട്ടവനാണ്. നിനക്ക് സാവകാശം നൽകിയിരിക്കുന്നു, ഇനി ഖിയാമത്ത് നാൾ വരെ നിന്നെ പിന്തിപ്പിക്കും, ഒരിക്കലും നിന്നെ ശിക്ഷപ്പെടുത്തും. ഉടനെ തന്നെ അവിടെ വെച്ചുകൊണ്ട് അടവ് വീണ്ടും മാറ്റുന്നു ഇബ്ലീസ്. അവൻ വീണ്ടും വാഗ്വാദങ്ങൾക്ക് ഏർപ്പെടുകയാണ്. ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, ജഗന്നിയന്താവായ പടച്ചറബ്ബേ, പരിപാലകനെ, നീ എനിക്ക് പിന്തിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, നീ എനിക്ക് എന്റെ ശിക്ഷയെ പിന്തിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ പറയുന്നു, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നിന്റെ അടിമകളായ, നിന്റെ സച്ചരിതരായ അടിമകളെ അവരുടെ വഴിയിൽ നിന്ന് അഥവാ സൽപാന്താവിൽ നിന്ന് ഞാൻ റൂട്ട് മാറ്റി തിരിക്കും കേട്ടോ. ലഅഖഉദന്ന ലഹും, നിശ്ചയം ജനങ്ങളെ വഴി പിഴപ്പിക്കാൻ വേണ്ടി ഞാനിരിക്കും, വഴി പിഴപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ നിലകൊള്ളും. സിറാതകൽ മുസ്തഖീം, നിന്റെ ഋജുവായ, നിന്റെ ശരിയായ പാതയുണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്താതെ അവരെ മുഴുവനും റൂട്ട് തിരിച്ചുവിടാൻ ഞാൻ ശ്രമിക്കും അല്ലാഹ്. ഏത് നിലയ്ക്കാണ്? ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. ആ ജനങ്ങൾ നടക്കുന്ന വഴിയിൽ അവരുടെ മുൻഭാഗത്തുകൂടിയും അവരുടെ പിൻഭാഗത്തുകൂടിയും അവരുടെ വലതുഭാഗത്തുകൂടിയും അവരുടെ ഇടതുഭാഗത്തുകൂടിയും എന്ന് വേണ്ട അവർക്ക് ഒരു നിലയ്ക്കും തന്നെ നന്മയിലേക്ക് എത്തിപ്പെടാത്ത നിലയ്ക്ക് ഞാൻ അവരെ തിന്മയിലേക്ക് നയിക്കുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു അത്രേ. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, പടച്ച റബ്ബിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല, നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല എന്റെ മുത്തഖീങ്ങളായ അടിമകളെ, സച്ചരിതരായ അടിമകളെ ഒരിക്കലും തന്നെ നിനക്ക് വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല. ഇബ്ലീസ് ആലോചിച്ചു, തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടിയുള്ള ആലോചന അവസാനമായി അവൻ എത്തിച്ചേർന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുറത്താക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം മുറിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. ഇത് സ്വർഗത്തിൽ വസിച്ചിരുന്നതായ
മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഇബ്ലീസിന് നേരത്തെ അറിവുള്ള ഒരു വസ്തുതയായിരുന്നു. എന്റെ വിഷയത്തിലേക്ക് സൂചികയായിട്ടാണ് ഞാൻ ഈ വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്നുള്ള നിഷ്കാസനം, അവിടെ നിന്നുള്ള ഇറക്കിവിടൽ. എന്നാൽ ആ ഇറക്കിവിടലിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്താണ് അതിന്റെ വസ്തുത. ഇബ്ലീസിന് മനസ്സിലായി തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരനായ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ജഗന്നിയന്താവായ പടച്ചറബ് പുറത്താക്കണമെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസ്ത്രം ഉരിയപ്പെടണം. വസ്ത്രം ഉരിയപ്പെട്ടവർക്ക് സ്വർഗത്തിൽ കഴിയാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കി ഇബ്ലീസ് അതിനുവേണ്ടിയുള്ള തന്ത്രം നടത്തി. ഈ സമയത്താണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഭാര്യയിൽ നിന്ന് ഹവ്വ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചു. രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തിവിട്ടിട്ട് ജഗന്നിയന്താവായ പടച്ചറബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളിലും ആ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലും കഴിഞ്ഞുകൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ രണ്ടുപേരും ചെയ്യണം. വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദമിനെയും ഹവ്വയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറഞ്ഞുവത്രേ, ഈ സ്വർഗ്ഗത്തിലും അതിന്റെ ആസ്വാദനങ്ങളിലും മുഴുവനും നിങ്ങൾ ഭുജിക്കുകയും രമിക്കുകയും രസിക്കുകയും ചെയ്തു കൊള്ളുക. പക്ഷേ വലാ തഖറബാ ഹാദിഹി الشجرة, ഇക്കാണുന്നതായ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ കഴിക്കരുതേ, ഭുജിക്കരുതേ. ഈ മരത്തിന്റെ കായ്കനികൾ ഒരിക്കലും തന്നെ നിങ്ങൾ ഭുജിക്കരുതേ. ഫതകൂനാ മിനൽ ളാലിമീൻ. പരിശുദ്ധമായ സ്വർഗത്തിലെ ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഈ മരത്തിൻ്റെതായ കായ്കനികൾ ഒരിക്കലും തന്നെ നിങ്ങൾ കഴിക്കരുതേ, അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതേ. അങ്ങനെ നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭുജിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അതുകൊണ്ട് ഏറ്റവും വലിയ അക്രമികളായി പരാജിതരായി പെട്ടുപോകും. അഥവാ സ്വർഗത്തിൽ നിന്ന് പുറത്താകലുണ്ടാകുമെന്നർത്ഥം. ഇത് വസ്തുത മനസ്സിലാക്കാതെ ആദമും ഹവ്വയും സ്വർഗത്തിലൂടെ അങ്ങനെ രസിച്ചും രമിച്ചും കഴിഞ്ഞുകൊണ്ടു. രണ്ടുപേരും സുഖത്തിന്റെ ആസ്വാദനത്തിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് കടന്നു വന്നു അത്രേ, അവരോട് ദുർബോധനം നടത്തിയത്രേ. ഫവസ്വസ ലഹുമ الشيطان ليبدي لهما ما وري عنهما من سوآتهما. ആദമും ഹവ്വയും രണ്ടാളുകളും സ്വർഗത്തിൽ നല്ല രീതിയിൽ രസിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ട് പോകുമ്പോ അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ദുർബോധനത്തിന്റെ മന്ത്രം നടത്തുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു ശപിച്ച സർവ്വവിധ മലക്കുകളും സർവ്വ അമ്പിയാക്കളും സർവ്വവിധ ജനങ്ങളും എന്നെന്നും ശപിച്ചുകൊണ്ടിരിക്കുന്ന ശാപവാക്കുകൾ നൽകുന്നതായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ വന്നുകൊണ്ട് ആദ്യ പിതാവായ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പ്രിയപ്പെട്ട ഭാര്യ ഹവ്വായിനെയും ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രം മെനയുകയാണ്. അവർ രണ്ടാളുകളോടും വന്ന് ദുർബോധനം നടത്തുകയാണ്. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما. അവരുടെ രണ്ടാളുകളെയും ശരീരത്തിലേക്ക് പതിഞ്ഞിരിക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ ഉരിയപ്പെടാൻ വേണ്ടി
അവരുടെ നഗ്നത മറച്ചിരിക്കുന്നതായ വസ്ത്രം അത് വെളിവായി കൊണ്ടവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ ഇബ്ലീസ് കുതന്ത്രം മെനഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആൻ. ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. രണ്ടുപേരുടെയും നഗ്നത മറച്ചിരിക്കുന്നതായ വസ്ത്രം അത് എങ്ങനെയെങ്കിലും ഉരിയപ്പെടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി രണ്ടാളുകളോടും വന്ന് ദുർബോധനം നടത്തി. അവൻ വന്നുകൊണ്ട് പറഞ്ഞു, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجرة إلا تكونا ملكين أو تكونا من الخالدين. ഓ ആദമേ ഹവ്വേ, ഈ കാണുന്നതായ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ കഴിക്കരുതേ, അതിന്റെ കായ്കനികൾ ഭുജിക്കരുതേ എന്ന് പടച്ച റബ്ബ് നിങ്ങളോട് വിലക്കാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല. നിങ്ങൾ ആ കായ്കനികൾ കഴിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെതായ ഭക്ഷണങ്ങൾ രുചിച്ചു കഴിഞ്ഞാൽ, ആ കായ്കനികൾ കഴിക്കലോടുകൂടി ഭുജിക്കലോടുകൂടി നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടും കേട്ടോ. ആ മലക്കിന്റെ പദവിയിലേക്ക്, അഥവാ ഒരിക്കലും തന്നെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ മാലിന്യങ്ങൾ ഒഴുക്കാതെ ഒരു നിലയ്ക്കും ടോയ്ലറ്റിന്റെ ആവശ്യം പോലുമില്ലാതെ 24 മണിക്കൂറും ജഗന്നിയന്താവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണല്ലോ മലക്കുകൾ. ആ മലക്കുകളുടെ ഉന്നതമായ പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ കായ്കനികൾ കഴിക്കരുതേ എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബ് നിങ്ങളോട് വിലക്കാനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങളത് കേൾക്കേണ്ടതില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ കായ്കനികൾ കഴിച്ചുകൊള്ളുക. മറ്റൊരു ഖിറാഅത്തിലുണ്ട്, വഫീ ഖിറാഅത്തിൽ മലിക്കൈനി, നിങ്ങൾ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടുന്നതിന് രാജാക്കന്മാരെ പോലെ രാജാവും രാജ്ഞികളുമായി നിങ്ങൾ ഈ സ്വർഗ്ഗലോകത്ത് കഴിയുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളോട് അതിന്റെ കായ്കനികൾ കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണമെന്ന് ശൈത്താൻ വന്നുകൊണ്ട് ദുർബോധന നടത്തുകയാണ്. ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധന നടത്തി. ഇത് കേട്ടപ്പോൾ മനസ്സിന് ചാഞ്ചല്യം വന്നുപോയി. ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാഇന്റെയും രണ്ടാളുകളും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ ലക്ഷ്യം വെച്ചു അത്രേ. മലക്കിന്റെ പദവിയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്ഥിതിയും സന്തോഷവും കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പദവിയിലേക്ക്, ദറജയിലേക്ക് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി രണ്ടാളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ തിരസ്കരിക്കുകയാണ്. ഇബ്ലീസിന്റെ വാക്ക് ഏറ്റെടുക്കുന്നു. രണ്ടാളുകളും ഭക്ഷണം രുചിക്കാൻ തുടങ്ങി. ഫലമ്മാ ذاق الشجرة. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദര, വസ്ത്രം ധരിച്ച നഗ്നകളെന്ന പരിശുദ്ധമായ വിഷയത്തിലേക്ക് സൂചികയായിക്കൊണ്ടാണ് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ശൈത്താൻ വന്നുകൊണ്ട് പിന്നെയും ആണയിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉപദേശം നൽകുന്നവനാണെന്ന് പറഞ്ഞപ്പോ ആ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ വീണുകൊണ്ട് ആദമും ഹവ്വയും പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും രണ്ടാളുകളും ആ മരത്തിന്റെ കായ്കനികൾ പറിച്ചെടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ചേർത്തുകൊണ്ട് അവരുടെ കഴിക്കാൻ വേണ്ടി തൊണ്ടയിലേക്ക് ഇറക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോ അവർ രണ്ടാളുകളും ആ മരത്തിന്റെ കായ്കനികൾ രുചിച്ചപ്പോൾ ബദത് ലഹുമാ സൗആതുഹുമാ. അതാണ് നമ്മുടെ വിഷയം. ബദത് ലഹുമാ സൗആതുഹുമാ, രണ്ടുപേരുടെയും നഗ്നത വെളിവായി, വസ്ത്രം മുറിയപ്പെട്ടു. ബദത് ലഹുമാ സൗആതുഹുമാ,
രണ്ടുപേരുടെയും വസ്ത്രം ഉരിയപ്പെട്ടുവത്രേ. ജഗന്നിയന്താവായ പടച്ചറബ് വിലക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിലൂടെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടാളുകളോടുമായി ചോദിച്ചുവത്രേ, വഖാല മാ നഹാകുമാ വഖാല അലം അൻഹകുമാ അൻ തിൽകുമാ الشجرة وأقول لكما إن الشيطان لكما عدو مبين. ഓ ആദമേ ഹവ്വേ, നിങ്ങൾ രണ്ടാളുകളോടും ആ മരത്തിന്റെ കായ്കനികൾ കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് പറഞ്ഞിട്ട് എന്റെ വിലക്കുകളെ മറന്നുകൊണ്ട്, എന്റെ വിലക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചതെന്തിനാണ്? അത് കാരണമായി നിങ്ങളുടെ വസ്ത്രം മുറിയപ്പെട്ടില്ലയോ? അതുകൊണ്ട് ഇനി പരിശുദ്ധമായ സ്വർഗത്തിൽ നിങ്ങൾ രണ്ടാളുകളും വസിക്കണ്ട. സ്വർഗത്തിൽ നിന്ന് രണ്ടാളുകളെയും പുറത്താക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ സ്വർഗത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആനന്ദ തുന്തിരരായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ആ സ്വർഗത്തിന്റെ പരിമളത്തിൽ നിന്ന്, ആസ്വാദനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണമെന്താണ്? ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടതുകൊണ്ടാണ്. ഒരു സെക്കൻഡ് ശൈത്താനിന്റെ ദുർബോധനത്തിന് വഴങ്ങി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു വിരോധിച്ചതായ കായ്കനികൾ ഭുജിച്ചതിന്റെ പേരിൽ ഒരു സെക്കൻഡ് വസ്ത്രമൊരിയപ്പെട്ടപ്പോ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തെന്നറിയുമോ? വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. സ്വർഗത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത്, മരത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത് വേഗം തന്നെ അവരുടെ നാണം മറച്ചു വച്ചേ, ശരീരത്തിലേക്ക് ചേർത്ത് ഒട്ടിച്ചു വെച്ചു അത്രേ. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ആദമും ഹവ്വയുടെയും രണ്ടുപേരുടെയും വസ്ത്രമുരിയപ്പെട്ടപ്പോൾ വേഗം തന്നെ സ്വർഗത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്ത് രണ്ടാളുകളും അവരുടെ നാണം മറച്ചു അത്രേ. രണ്ടാളുകളും നാണം മറച്ചു വേഗം തന്നെ. പക്ഷേ എങ്കിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, നീ ഖേദിക്കണേ, നീ ദുഃഖിക്കണേ. പരിശുദ്ധമായ ഈ ചരിത്രം കേട്ടിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമുക്ക് ഈ പറഞ്ഞു നൽകിയ ചരിത്രം കേട്ടിട്ട് നിനക്കെങ്ങനെയാണ് 24 മണിക്കൂറും വിവസ്ത്രയായി തലയിൽ തുണിയില്ലാതെ മോശമായ രീതിയിൽ ഈ ദുനിയാവിലൂടെ നടക്കാൻ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്? പരിശുദ്ധമായ സ്വർഗത്തിലേക്കല്ലയോ നമ്മൾ പോവേണ്ടതും, അവിടത്തേക്കല്ലയോ നമ്മൾ പ്രവർത്തിക്കേണ്ടതും? മനുഷ്യന്റെ 5 ഘട്ടങ്ങളാകുന്ന ജീവിതത്തിൽ വെച്ചുകൊണ്ട് നശ്വരമായ, ഏറ്റവും നിന്ദ്യവും നിസാരമായ, ഏറ്റവും മോശമായ ലോകമാണല്ലോ ജഗന്നിയന്താവായ പടച്ചറപ്പ് നമുക്ക് നൽകിയ ഈ ദുനിയാവ്, ഈ നശ്വരമായ ലോകം. 60 70 വയസ്സ് മാത്രം ജീവിക്കുന്ന നാം മോശമായ രീതിയിൽ, വികലമായ രീതിയിൽ വസ്ത്രവിധാനം നടത്തലിലൂടെ എങ്ങനെയാ നമുക്ക് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ആ സ്വർഗലോകത്ത് സ്വൈരവിഹാരത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അതിൽ നിന്ന് ഇറങ്ങി പോരാനുള്ള കാരണം തന്നെ ഒരു സെക്കൻഡ് വസ്ത്രം മുറിയപ്പെട്ടത് കൊണ്ടാണ്. 24 മണിക്കൂറും വിവസ്ത്രയായി നടക്കുന്ന ഉമ്മ ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക്, നമ്മൾക്ക് എത്തേണ്ടതായ തറവാട്ടിലേക്ക് എങ്ങനെയാ നമുക്ക് ചെല്ലാൻ സാധിക്കുക? എങ്ങനെയാ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക? അതിനുവേണ്ടിയാണ് ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. എല്ലാവരും പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഉപ്പയും ഉമ്മയും അവർ ആവോളം തിന്നതിന്റെ പേരിലാണ്, വിലക്കി വെച്ചതായ കായ്കനികൾ തിന്നതിന്റെ പേരിലാണ് സ്വർഗത്തിൽ നിറക്കി വിട്ടത്. സത്യത്തിൽ വസ്തുതയല്ല, അവർ കഴിച്ചപ്പോൾ അവരുടെ വസ്ത്രമുരിയപ്പെട്ടതിന്റെ പേരിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഈ രീതിയിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുർബോധനത്തിന് അടിമപ്പെടുത്തി മനുഷ്യന്റെ നന്മകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചുവിട്ടത് ആദ്യമായി ശൈത്താൻ നടത്തിയ വസ്വാസ്.
ആദ്യമായി ശൈത്താൻ നടത്തിയ ദുർബോധനം അത് വസ്ത്രധാരണ രീതിയിലാണ്. ശൈത്താൻ ആദ്യമായിട്ട് മനുഷ്യനെ പിഴപ്പിക്കുമെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ ശപഥം ചെയ്തിട്ട് ആദ്യമായി ശൈത്താൻ പിഴപ്പിച്ചത് വസ്ത്രധാരണ രീതിയിലാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. കള്ളു കുടിപ്പിച്ചോ ഇല്ലെങ്കിൽ വ്യഭിചരിപ്പിച്ചോ അല്ല ആദ്യമായിട്ട് ശൈത്താൻ ദുർബോധനം നടത്തിയത്. ആദ്യം തന്നെ ശൈത്താൻ കൊണ്ടുവന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വസ്ത്രം ഉരിയിപ്പിക്കുകയായിരുന്നു സ്വർഗ്ഗത്തിൽ. അങ്ങനെ ഭൂമി ലോകത്തേക്ക് ഇറക്കി വിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ എന്നിട്ട് വളരെ വ്യക്തമായി നമുക്ക് സൂറത്തുൽ അറാഫിലൂടെ വിവരിച്ചു തരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ബീവി ഹവ്വാഇന്റെയും ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. യാ ബനി ആദം യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ. ഓ മനുഷ്യ മക്കളെ, ഓ ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ. ശൈത്താൻ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. ശൈത്താൻ നിങ്ങളെ ദുർബോധനത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ശൈത്താന്റെ ദുർബോധനത്തിൽ പെടരുത്. എന്നിട്ട് അല്ലാഹു തആല അവന്റെ ദുർബോധനം വ്യക്തമാക്കുകയാണ്. മനുഷ്യൻ ഒരിക്കലും തന്നെ പെടരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു ആ ശൈത്താനിന്റെ ദുർബോധനം ഏത് നിലയ്ക്കാണ് വരുന്നത്. കമാ അഖറജ അബവൈകും മിനൽ ജന്നഹ യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ. ഓ ആദം സന്തതികളെ, നിങ്ങൾ ആരും തന്നെ ശൈത്താനിന്റെ വലയിൽ പെട്ടുപോകരുതേ. അവൻ ദുർബോധനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ പൂർവികരായ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവായ ആദ്യ പിതാവിനെയും ആദ്യ ഉമ്മയെയും ദുർബോധനത്തിലൂടെ വസ്ത്രം മുറിയപ്പെട്ടിട്ട് സ്വർഗലോകത്ത് നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരനായ ഇബ്ലീസിനെ വ്യക്തമായി പഠിച്ചുകൊള്ളണേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ. വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ആ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ആദ്യം നിങ്ങളുടെ മനസ്സിൽ ദുർബോധനം നടത്തുന്നത് നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിലായിരിക്കും. ഇത് പരിശുദ്ധ ഖുർആനാണ് വ്യക്തമാക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാണ് നമുക്ക് അല്ലാഹു തആല വസ്ത്രം നൽകിയിരിക്കുന്നത്? എന്തിനാണ് നമുക്ക് അല്ലാഹു തആല വസ്ത്രം നൽകിയിരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി തന്നു. വസ്ത്രം 3 സൈസുള്ള വസ്ത്രമുണ്ട്, 3 രീതിയിലുള്ള വസ്ത്രം. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ. ഓ ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? അൽ ഊല, ഒന്നാമത്തേത് അല്ലാഹു പറയുന്നത് യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, നഗ്നത മറയ്ക്കുക എന്നതാണ്. രണ്ടാമത്തേത് വരീശാ, നിങ്ങൾക്ക് പക്ഷികൾക്ക് തൂവലോ അവർക്കൊരു അലങ്കാരമായതുപോലെ അലങ്കാരവും പ്രൗഢിയും കാണിക്കുന്ന വസ്ത്രവും നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. നല്ല വസ്ത്രം, മേന്മയുള്ള വസ്ത്രം. പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല പരിശുദ്ധമായ നല്ല തൂവെള്ള വസ്ത്രം ശുഭവസ്ത്രധാരിയായി.
എത്ര കാരണവന്മാരാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ, ജമാഅത്തിന് പോകുമ്പോൾ, വെള്ളിയാഴ്ച ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല വസ്ത്രധാരികൾ എത്രയോ പേര് എന്റെ മുന്നിലിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പക്ഷികൾക്ക് തൂവല് വളരെ അലങ്കാരവും പ്രൗഢിയുമായി അതിന് വർത്തിക്കുന്നത് പോലെ മനുഷ്യന് നല്ല അലങ്കാരവും പ്രൗഢിയുമുള്ളതായ നല്ല മൊഞ്ചുള്ള വസ്ത്രവും ഉണ്ടായിക്കൊള്ളട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലിബാസുത് തഖ്വാ ذلك خير. തഖ്വയിൽ അധിഷ്ഠിതമായ മതബോധമുള്ള മതനിഷ്ഠ വരുത്തുന്നതായ വസ്ത്രം അഥവാ ശുഭവസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് പോകൽ, ആ രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ വലിയ വില കൊടുക്കാത്തതായ മീഡിയം നിലയ്ക്കുള്ള അവനവന്റെ സമ്പത്തിന്റെ സ്രോതസ് അനുസരിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കലാണ്. അത് ഏറ്റവും കരണീയമാണ്, ഏറ്റവും നല്ലതാണെന്ന് പരിശോധിച്ചു. വസ്ത്രം അല്പമൊക്കെ മൊഞ്ചുള്ളത് വേണം, തീരെ മൊഞ്ചില്ലാത്തതും തീരെ നല്ലതല്ലാത്തതും മോശമായ വസ്ത്രവും മുഷിഞ്ഞതായ വസ്ത്രവും അണിയാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. ഏറ്റവും മോശമായ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മലമുകളിലോ ഏതെങ്കിലും ദർഗയിൽ പോയിരുന്ന് തസ്ബീഹ് പിടിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും പട്ടിണിക്കിട്ടുകൊണ്ട് കഴിയൽ, അതാണ് സൂഫിസം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം അത്തരത്തിലുള്ള കുടുസായ ചിന്താഗതിയുള്ള മതമാണ്. പരിശുദ്ധ ഇസ്ലാം സൗന്ദര്യത്തെ ഇഷ്ടപ്പെടും. പരിശുദ്ധ ഇസ്ലാം നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തെ ഇഷ്ടപ്പെടും. നല്ല വസ്ത്രം, നല്ല അലക്കി തേച്ച നല്ല വസ്ത്രം ധരിക്കാൻ പരിശുദ്ധ ഇസ്ലാം ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ചിന്താഗതിയുള്ള മതമാണ് ഇസ്ലാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിധത്തിൽ ഒരു സഹാബി വര്യം വന്നു, അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയപ്പോൾ വളരെ മോശമായ രീതിയിൽ വളരെ മുഷിഞ്ഞതായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ അഹ്വസ് അലക മാൽ അലക മാൽ, നിനക്ക് സമ്പത്തില്ലയോ, നിനക്ക് ധനമില്ലയോ? മുഷിഞ്ഞ വസ്ത്രമെത്തുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ സമിതത്തിൽ വന്ന അബുൽ അഹ്വസ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവന്റെ പ്രിയപ്പെട്ട അനുയായിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയോട് ചോദിച്ചു അത്രേ, അലക മാൽ, നിനക്ക് സമ്പത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിവര്യനായ വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വസ്ത്രമുണ്ട്, നല്ല രീതിയിലുള്ളതായ പണക്കാരനാണ് ഞാൻ, നല്ല രീതിയിലുള്ള ധനമുള്ള വ്യക്തിയാണ് ഞാൻ. മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ് മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനം, ആടുമാട് ഒട്ടകങ്ങൾ എന്ന് വേണ്ട കൃഷിയും സാമ്രാജ്യവും കെട്ടിട സമുച്ചയങ്ങളും സർവ്വതുമുള്ള വലിയൊരു ധനാഢ്യനാണ് ഞാനെന്ന് പരിശുദ്ധ റസൂലിനോട് ആ വ്യക്തി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ഉടനെ തന്നെ ആ വ്യക്തിയോട് പറഞ്ഞുവത്രേ, എന്നാൽ മനുഷ്യ, എന്നാൽ വ്യക്തിത്വമേ, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സർവ്വതും നൽകിയതായ പടച്ച റബ്ബ്, നിനക്ക് ആരോഗ്യം നൽകിയ അല്ലാഹു, നിനക്ക് കാണുന്നതായ സർവ്വവിധ സമ്പത്തും നൽകിയ പടച്ച റബ്ബ്, അവൻ നിന്റെ അടിമയാകുന്നു, അവന്റെ അടിമയാണല്ലോ നീ. ആ അടിമ യജമാനനായ പടച്ച റബ്ബിനെ നല്ല രീതിയിൽ നന്മ ചെയ്തുകൊണ്ട്, നന്മ പ്രകാശിപ്പിച്ചുകൊണ്ട് കഴിയൽ, അഥവാ അവൻ നൽകിയ അനുഗ്രഹത്തെ എടുത്തു കാട്ടൽ, അത് പരിശുദ്ധമായ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുണ്ട്, വല്ലാത്ത താല്പര്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി.
നീ മുഷിഞ്ഞ വസ്ത്രത്തിൽ നടക്കലല്ല അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹുവിന്റെ അടിമയാണ് നീ. ഒരടിമ യജമാനായ പടച്ചറപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കൽ, അവന്റെ സമ്പത്തിന്റെ സ്രോതസ്സനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കൽ, അത് പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചതാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ പണക്കാരായ ആളുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഉടുത്തുരുങ്ങിക്കൊണ്ട് അടുത്ത വീട്ടിലേക്ക് കല്യാണ സദസ്സിലേക്ക് പോകാനോ മറ്റുള്ള മംഗല്യത്തിലേക്കോ നല്ലൊരു പരിപാടിയിലേക്കോ പ്രോഗ്രാമിന് പോകാനോ വേണ്ടി നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്ത എത്രയെത്ര പണക്കാരുണ്ട്. സ്വന്തം തന്നെ നല്ല വസ്ത്രം ധരിക്കാതെ മുഷിഞ്ഞ വസ്ത്രവും മുഷിഞ്ഞതായി ചരിച്ചുമിട്ടുകൊണ്ട് തന്റെ ധനം കയ്യിൽ കുറവാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മറ്റുള്ളവർ തന്നോട് കടം ചോദിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് നടക്കുന്ന എത്രയെത്ര മോശപ്പെട്ടതായ വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയതായ സമ്പത്തിൻ്റെതായ ഒരു ഭാഗം അവർ പ്രശ്നത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനോടൊപ്പം അവരുടെ വസ്ത്രത്തിന് വേണ്ടിയും നല്ല രീതിയിൽ ചെലവഴിക്കട്ടെ എന്ന് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ ആ വസ്ത്രത്തിലും ലിമിറ്റുണ്ട്. അതാണ് അലങ്കാരവും പ്രൗഢിയുമുള്ള വസ്ത്രത്തെ വിവരിച്ചിട്ട് മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് വലിബാസുസ് തഖ്വാ ദാലിക ഖൈർ. അലങ്കാരവും പ്രൗഢിയുമുള്ള വസ്ത്രം മനുഷ്യന് അനുവദനീയമാണ്, അത് മനുഷ്യന് നല്ലതാണ്. അള്ളാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹത്തെ അത് പ്രകാശിപ്പിക്കലാണ്, പടച്ചറപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവൻ ധരിച്ചുകൊണ്ട് നടക്കലാണ്. കാര്യം ശരി തന്നെയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ പർദ്ദയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ പാൻസും ഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾക്കെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വിവരിക്കുന്നു. വലിബാസുസ് തഖ്വാ, മാന്യമായ വസ്ത്രമുണ്ടല്ലോ, മതബോധമുള്ള വസ്ത്രമുണ്ടല്ലോ, മറ്റുള്ളതായ ജനങ്ങൾക്ക് കൂടി മതനിഷ്ഠയും അവന്റേതായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കാൻ ഉതകുന്ന വസ്ത്രമുണ്ടല്ലോ, അതാണ് ഏറ്റവും കരണീയമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട നല്ല രീതിയിലുള്ള ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർ, ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് സ്ത്രീകൾ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതി നമുക്കെവർക്കും അള്ളാഹു നൽകട്ടെ. നോക്കൂ, നിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് ഒന്നാമത്തേതായ ലക്ഷ്യം തന്നെ വസ്ത്രധാരണം ധരിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. നഗ്നത മറയ്ക്കാനാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത്. അപ്പൊ ശരീരത്തിൽ അവിടെയും ഇവിടെയും കീറിയതായ വസ്ത്രങ്ങൾ, ശരീരത്തിൽ അംഗലാവണ്യങ്ങളെ എടുത്തു കാട്ടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് അവൻ എവിടെയാണ് എത്തിച്ചേരുക, എവിടേക്കാണ് അവന്റെ പോക്ക്? സ്ത്രീകൾക്ക് അറിയില്ല അവരുടെ നഗ്നത എവിടം വരെയാണ്, എവിടെ മുടക്കാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഅതു ഔറാ, സ്ത്രീ മുഴുവനും ഔറത്താണ്, സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്താണ്. അവളുടെ മുടിയോ നഖമോ അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമോ മറ്റുള്ള അന്യരായ പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിൻ, സ്ത്രീകളുടെ ശരീരത്തിൻ്റെതായ അംഗലാവണ്യം, അവരുടേതായ ശരീരത്തിൻ്റെതായ മാംസതലമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ അന്യരായ പുരുഷന്മാരെ കാണിക്കാൻ പാടില്ല. കാണിക്കാൻ പറ്റുന്നത് ഒരാൾ മാത്രമേയുള്ളൂ, ഇല്ലാ ലിബുഉലതിഹിൻ, അവളുടെ പ്രിയപ്പെട്ട സ്വന്തം ഭർത്താവിന്റെ അരികിൽ മാത്രമാണ്, ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ അവൾക്ക് അവരുടെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങളെ ആരും തന്നെ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, പുരുഷന്മാരെ നോക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും നോക്കാം, ഏത് പുരുഷനെയും നോക്കാം. ഇത് കേവലം തെറ്റിദ്ധാരണ.
സ്ത്രീകൾക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ല അന്യപുരുഷന്മാർക്ക് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. അതുപോലെ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഉമ്മു സലമ. അവർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ ഉമ്മു സലമ ബീവി പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഇരിക്കുമ്പോൾ എന്റെ കൂടെ വഇൻദഹു മൈമൂന പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയുമുണ്ട്. മൈമൂന എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മു സലമ എന്ന് പറയുന്ന പ്രവാചകന്റെ മറ്റൊരു ഭാര്യയും അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അന്ധനായ വ്യക്തി കടന്നു വന്നു അത്രേ. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ വ്യക്തി കടന്നു വരിക. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ടതായ ഉമ്മു സലമയോടും മൈമൂനയോടും രണ്ടുപേരോടുമായി പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു. ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. എന്ത്? കണ്ണ് കാണാത്തതായ അന്ധനായ ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടാളുകളും മറഞ്ഞു നിൽക്കണേ. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അനുചരൻ. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റേതായ പ്രിയപ്പെട്ട ഭാര്യമാർ, പ്രിയപ്പെട്ട മംഗമാർ ചോദിച്ചു അത്രേ, ഉമ്മു സലമ ബീവി മൈമൂന ബീവിയും രണ്ടാളുകളോടും ലോകത്തിന്റെ നായകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കാരുണ്യത്തിന്റെ കേദാരമേ, അലസ്തുമാ തുബ്സിറാനിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അലൈസ ഹുവ അഅമാ, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഓ പ്രവാചകരെ, അവിടുന്ന് പറഞ്ഞല്ലോ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അനുയായി വന്നപ്പോ അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ. അദ്ദേഹം ഇവിടെ വന്ന് അവിടുത്തെ ആവശ്യം എന്താണെന്ന് വെച്ചുകൊണ്ട് നിർവഹിച്ചിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? കാരണം കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. അദ്ദേഹം വന്നു, ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു പ്രവാചകരുടെ തിരുസവിധത്തിൽ. അവിടുത്തെ ആവശ്യം നിർവഹിച്ചിട്ട് തിരിച്ചു പോകുമല്ലോ. ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തെറ്റിദ്ധാരണയെ തിരുത്തി കൊടുക്കുകയാണ്. പ്രവാചക പുങ്കവന്റെ രണ്ടാളുകളോടുമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന ഉമ്മു സലമയോടും മൈമൂനയോടും രണ്ടാളുകളോടും ചോദിച്ചു അത്രേ, അലസ്തുമാ തുബ്സിറാനിഹി അഫമിയാ സലമ, മൈമൂന, എന്റെ പ്രിയപ്പെട്ട മംഗമാരെ, ഭാര്യമാരെ, നിങ്ങൾ രണ്ടാളുകൾക്കും അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങളുടെ രണ്ടുപേർക്കും കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നയം. സ്ത്രീകൾക്ക് അങ്ങോട്ടും കാണാൻ പാടില്ല അന്യപുരുഷന്മാരെ, അന്യപുരുഷന്മാര് സ്ത്രീകളെ ഇങ്ങോട്ടും ദർശിക്കാൻ പാടില്ലാത്തതുപോലെ തിരിച്ചും പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് പരിശുദ്ധ റസൂൽ. അൽ മർഅതു കുല്ലുഹാ ഔറ, സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. ഇദാ
ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. അവൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവൾ മുഖം മുനുക്കിക്കൊണ്ട് ആഭരണം കിലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവളുടെ പ്രവർത്തനം കാരണമായി അവൾ പരിശുദ്ധമായ ദീനിന്റെ ആജ്ഞകളും കൽപ്പനകളും തിരസ്കരിച്ചതിന്റെ പേരിൽ അവളുടെ പിന്നിലായിട്ട് ശൈത്താൻ വെളിവാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും ശൈത്താൻ കൂടെ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരുടേതായ പ്രവർത്തനങ്ങളിലും നടത്തത്തിലും ഇരുത്തത്തിലും മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ ചാഞ്ചല്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. അന്യരായ പുരുഷന്മാരുടെ മേൽ വെളിവാക്കാൻ പറ്റുന്നത് തന്നെ പരിശുദ്ധ ഖുർആനും നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം നബവി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ പ്രബലനായ ഇമാം, വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ പരിചയപ്പെടുത്തിയ വലിയകളുടെ കൂട്ടത്തിൽ അത്യുന്നത വ്യക്തിത്വമായ ഇമാം നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ മജ്മൂ എന്ന് പറയുന്ന ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ലോകർക്ക് വിവരിച്ചു കൊടുക്കുന്നു എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് അന്യരായ പുരുഷന്മാരുടെ മുന്നിൽ ആകെ വ്യക്തമാക്കാൻ പറ്റുന്നത്. അന്യരായ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മഹ്റമുകളായ വ്യക്തിത്വങ്ങൾ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അവരുടെ മുന്നിൽ പോലും വ്യക്തമാക്കാൻ പറ്റുന്ന, വെളിവാക്കാൻ പറ്റുന്നതായ അവയവങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇമാം നബവി റഹിമഹുല്ലാഹ് ആ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായ നിലയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. من غير تبرج الوجه والرأس والرقبة والكفين. അന്യരായ പുരുഷന്മാർ അഥവാ മഹ്റമുകളായ വിവാഹബന്ധം നിഷിദ്ധരായ വ്യക്തിത്വങ്ങൾ, വിവാഹബന്ധം നിഷിദ്ധരായ വ്യക്തിത്വങ്ങൾ, അത്തരത്തിലുള്ളതായ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ വെളിവാക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് അവരുടെ മുഖവും മുൻകൈയും അവരുടെ കണങ്കാലിന്റെ താഴോട്ടുള്ള ഭാഗവും അവരുടെ തലയിലുള്ള ഭാഗവും മാത്രമാണെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് വതസ്തുറു മാ സിവാ ദാലിക, ഇതല്ലാത്തതായ മുഴുവൻ വസ്തുക്കളും മറച്ചുകൊണ്ട് നിൽക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം. ബാക്കിയുള്ള ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ പോലും കാണിക്കാൻ പാടില്ല. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ പ്രദർശിപ്പിക്കൽ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ്. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മുഖവും മുൻകൈയും ശരീരത്തിൻ്റെതായ തലയുടെ ഭാഗവും പിരടി ഭാഗവും അതുപോലെ തന്നെ കണങ്കാലിന്റെ താഴോട്ടുള്ള ഭാഗവും ഒക്കെയാണ് വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തിത്വങ്ങളുടെ മുന്നിൽ പോലും സ്ത്രീകൾക്ക് കാണിക്കാൻ പറ്റുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നു. നമ്മളുടെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ശൈലിയും അവരുടെ കോലവും അവരുടെ രീതിയും ഒക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. മീൻ വാങ്ങിക്കാൻ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. മീൻ വാങ്ങിക്കാൻ വരുന്നതായ വ്യക്തിത്വം മീൻകാരന്റെ മുന്നിൽ നിന്ന് വേണ്ട പാൽക്കാരന്റെ മുന്നിലും സകല ആൾക്കാരുടെ മുന്നിലും ശരീരത്തിന്റെ സകല അവയവങ്ങളും തുറന്നിട്ടുകൊണ്ട് കടകമ്പോളങ്ങളിലൂടെ നിരഞ്ഞതായ സ്ത്രീകളെല്ലാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ പോലും ദർശിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ സ്വന്തം ഭർത്താവുണ്ട്, പ്രിയപ്പെട്ട മക്കൾ 5-6 ഒരുത്തം പോലും തിരിഞ്ഞു നോക്കില്ല. മീൻ വാങ്ങാൻ നേരമാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മ തന്നെ പോയി വാങ്ങണം മീൻകാരനുമായിട്ട് അവിടെ നിന്ന് വർത്താനം. അവസാനം ഒരു സുപ്രഭാതത്തിൽ മീൻകാരന്റെ കൂടെ ഒളിച്ചോടുമ്പോഴാണ് അറിയുന്നത്, അപ്പോഴാണ് കേൾക്കുന്നത്, അപ്പോൾ ഖുർആനിലായി പരിശുദ്ധ ഇസ്ലാമിന്റെ വാക്യങ്ങളും പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളും നമ്മൾ പഠിക്കണേ. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. അവളുടെ ഒരു മുടി പോലും വെളിയിൽ കാണാൻ പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. ഒരു മുടി പോലും അന്യരായ പുരുഷന്മാരെ ദർശിക്കുന്ന വിധത്തിൽ നടക്കാൻ പാടില്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് അത് മാത്രമാണ്. ഹജ്ജിന് പോകുന്നതായ ഒരു സ്ത്രീ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. അവരെങ്ങാനും പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയി, ലൗ ളഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ,
ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, പരിശുദ്ധമായ ഉംറയ്ക്കോ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയ ഉമ്മ പരിശുദ്ധമായ തവാഫ് ചെയ്തതിനു ശേഷം ആ തവാഫിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ലൗ ലഹറത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, അവളുടെ ഒരു മുടിയിൽ നിന്നെങ്ങാണം ഒരൊറ്റ മുടിയേയുള്ളൂ, അതെങ്ങാണം വെളിവായാൽ ഒരൊറ്റ മുടി, ആ മുടി മാത്രം വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധമായ പുണ്യഗേഹമുണ്ടല്ലോ, പരിശുദ്ധമായ കഅബ മുഴുവനും തവാഫ് ചെയ്തുകൊണ്ട് എല്ലാ നിലയ്ക്കും സായുജ്യമണിഞ്ഞുകൊണ്ട് അവൾ മടങ്ങി വരികയാണ്. എന്നാൽ മനസ്സിലാക്കിക്കോ പെണ്ണേ, നീ മുടി ഒരെണ്ണമാണ് വെളിവാക്കിക്കൊണ്ട് തവാഫ് ചെയ്തിട്ടുള്ളതെങ്കിൽ റജഅതു ബിഗൈരി ഹജ്ജ്, റജഅതു ബിഗൈരി ഹജ്ജ്, ഹജ്ജിന്റേതായ പ്രതിഫലമില്ലാതെയാണ് അവൾ മടങ്ങുന്നത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് വളരെയേറെ ശ്രദ്ധിക്കുന്ന മസലകളാണ്. സ്ത്രീകളുടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള സകല അവയവങ്ങളും മറന്നിരിക്കണമല്ലോ ഉംറ ചെയ്യുന്ന സമയത്ത് ഹജ്ജിന്റെ കർമ്മത്തിലെല്ലാം. ഇതല്ലാതെ ഒരു മുടി വെളിയിലേക്ക് ഇട്ടുകൊണ്ട് തവാഫ് ചെയ്ത് പൂർത്തിയാക്കി പരിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിച്ചു എന്ന് ഇരുവാരമാരൊക്കെ പെരുമ്പറയടിച്ചുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നാൽ നിന്റെ ഹജ്ജും ഉംറയും സ്വീകാര്യമല്ല എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഉംറകളും ഹജ്ജുകളും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതിയിൽ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു വിഷയമാണ്. എത്രയെത്ര മസലകളാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലാക്കുക. സ്ത്രീകളുടെ കാല് പോലും ഔറത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം. അന്യരായ പുരുഷന്മാരെ സ്ത്രീകളുടെ ശരീരത്തിന്റെ കാല് പോലും കണങ്കാലിന് താഴ്പോട്ട് കാണിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ പഴയ ശൈലികളല്ലയോ, പഴഞ്ചമൂലല്ലയോ എന്നല്ലേ മുസ്ലിയാക്കന്മാരെ ചീത്ത വിളിക്കുന്ന കോലഘട്ടത്തിലേക്കല്ലേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ, പ്രവാചകന്റെ സവിധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വസ്ത്രധാരണ രീതിയെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ കണങ്കാലിൽ നിന്ന് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ. തുർഖീ ശിബറൻ മിനസ് സൗബി, സ്ത്രീകൾ അവരുടെ കണങ്കാലിൽ നിന്ന് താഴേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ. ഹബീബായ നബി തങ്ങളുടെ ഈ അധ്യാപനം കേട്ടപ്പോ സ്വഹാബത്തെ കിറാം ചിലർ ചോദിച്ചു, അത്രേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറാറുണ്ട്, ഒട്ടകക്കട്ടിലേക്ക് കാലെടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ കയറുന്ന സമയത്ത് അവരുടെ കാലിൽ നിന്ന് ചിലപ്പോൾ ഒരു ചാൺ താഴ്ത്തിയിട്ടാൽ തന്നെയും വെളിവാകാറുണ്ട് എന്ന് ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഫദിറാ ഫദിറാ, എന്നാൽ ഒരു ചാൺ താഴ്ത്തിയിട്ടാൽ പോരാ, ഒരു മുഴം താഴ്ത്തിയിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ അങ്ങോട്ട് കണ്ടോട്ടെ എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ഒരു മുഴം ഒരു ചാൺ താഴ്ത്തിയിട്ടിട്ട് ഒട്ടകക്കട്ടിലേക്ക് കയറുന്ന പെണ്ണിന്റെ കാലിൽ നിന്ന് അല്പമെങ്ങാനും അന്യരായ പരപുരുഷന്മാരെ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ഫദിറാ ഫദിറാ, ഒരു മുഴം വസ്ത്രം താഴ്ത്തിയിടട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ പോലും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി പോലും അന്യരായ വ്യക്തിത്വങ്ങൾ കാണാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കേണ്ട വിഷയമാണ്. അവരുടെ നെഞ്ചിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന അവരുടെ നെഞ്ചത്തേക്ക് മാറിടത്തേക്ക് താഴ്ത്തിയിടട്ടെ. അവരുടെ മാറും മറ്റുള്ളതൊന്നും മറ്റുള്ളവർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മാറത്തേക്ക് മാറിന്റെ മുകളിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഇസ്ലാം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വാക്യമാണ്. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. നോക്കൂ നിങ്ങൾ,
ഇങ്ങനെ ഓരോ അവയവങ്ങളെടുത്ത് ചർച്ച ചെയ്ത് നോക്കൂ നിങ്ങൾ. എല്ലാ അവയവങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് വ്യക്തമായ നിലയിൽ കാഴ്ചപ്പാട് കൊടുത്തിരിക്കുകയാണ്. ഏത് നിലയ്ക്കും ശരീരത്തിൻ്റെതായ മുഴുവൻ അവയവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം അന്യപുരുഷന്മാരിൽ നിന്ന് പരിശോധിച്ചു. എന്തിനാ ഇത്രത്തോളം വലിയ കർശനമായ നിബന്ധനകൾ വെക്കുന്നത്? എന്തിനാണ് ഇത്രത്തോളം കർശനമായ നിബന്ധനകൾ വെക്കുന്നത്? ഉമ്മമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുംതു അലാ ബാബി ജഹന്നം, ഖുംതു അലാ ബാബി ജഹന്നം ഫറഅയ്തു മൻ ആമത മൻ ദഖലഹൻ നിസാ. കത്തിയാളുന്ന നരകത്തെ എനിക്ക് കാണിച്ചു തന്നു ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല. ആ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ഏറ്റവും കണ്ടത് സ്ത്രീവർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. എന്താണ് കാരണം? സ്ത്രീകൾക്ക് എന്ത് പറ്റി? എന്താണ് സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ കാണാനുള്ള കാരണം? പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങുന്ന വേളയിൽ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും പുറത്തു കൊടുക്കണം അല്ലാ, ഗൾഫിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി നൊമ്പരപ്പെടുന്ന എനിക്കും എന്റെ മക്കൾക്കും അന്നത്തിന് വേണ്ടി പോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സർവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കളയുന്ന വേളയിൽ നിർനിദ്രരായിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര മംഗമാരുണ്ട്, വിക്റുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചുകൊണ്ട് കഴിയുന്ന ഉമ്മമാരുണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, വിക്റുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച എത്രയെത്ര ഉമ്മമാരുണ്ട്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ എനിക്ക് അവിടെ എത്താനുള്ള സൗഭാഗ്യം ആ പ്രവാചകന്റെ സ്വലാത്ത് കൊണ്ട് സാധ്യമാക്കണമേ എന്ന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് എല്ലാ വഖ്തുകൾക്കും ശേഷം ദുആ ചെയ്തുകൊണ്ട് വർദ്ധിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. പിന്നെന്തേ സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകനെ കൂടുതലായി കാണിക്കാനുള്ള കാരണം ഇമാമിങ്ങൾ വിവരിക്കുന്നു. അവരുടെ വസ്ത്രധാരണ രീതി മോശമായത് കൊണ്ടാണ്. വസ്ത്രധാരണ രീതി വികലമായതുകൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വസ്ത്രം നന്നാക്കുവാനും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. രണ്ട് കൂട്ടരായ ജനങ്ങൾ, രണ്ട് കൂട്ടർ അവർ തീർച്ചയായും കത്തിയാളുന്ന നരകത്തിലാണ്. അവരെ ഞാൻ ദർശിച്ചിട്ടില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അഥവാ അവർ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകൻ വിവരിക്കുന്നു ആ രണ്ട് കൂട്ടരെ. ഒന്നാമതായിട്ട് അൽ ഊലാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന الناس ബിഹാ. പശുവിൻ വാല് പോലെയുള്ള ചെറിയ ഒരു ചാട്ടവാറുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സമൂഹം ഇനി വരാറുണ്ട്. അവർ പാവപ്പെട്ടതായ ജനങ്ങളെ അകാരണമായി യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം പുലർന്നു. എന്റെ പ്രിയമുള്ള സഹോദരേ, അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. പാവപ്പെട്ടതായ ജനങ്ങൾ, ഇറാഖിലെയും അഫ്ഗാനിലെയും പാവപ്പെട്ടതായ ജനസമൂഹങ്ങളെ മോശമായ രീതിയിൽ നായ്ക്കുട്ടികളെ കൊണ്ടുവന്ന് കടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും തങ്ങളുടെ ചാട്ടവാറുകൾ കടിമപ്പെടുത്തുകയും ചെയ്യുന്നതായ അമേരിക്കൻ പട്ടാള വർഗത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ന് പണ്ഡിതപക്ഷമാണ്. معهم صياط كأذناب
البقر يضربون الناس بها ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ യാതൊരുവിധ കാരണവുമില്ലാതെ ആ ജനങ്ങളുടെ മേൽ അധീനപ്പെടുത്തി അവരുടെ വസ്തുക്കളും സമ്പത്തും അവരുടെ സൗന്ദര്യവതിയായ ഭാര്യകളെ മുഴുവനും ആസ്വദിച്ചും രമിച്ചും രസിച്ചുകൊണ്ടും അവരുടെ സകല സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കുന്നതായ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ. അവർ തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് നമുക്ക് ചർച്ച. നിസാഉൻ കാസിയാത്, നിസാഉൻ കാസിയാത്, ആരിയാതുൻ മായിലാത്. ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രരാണ്. വിനീതന്റെ വിഷയം അതിലേക്കാണ് സൂചിക. വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വസ്ത്രം ധരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവർക്കില്ല. ശരീരത്തിന്റെ സകല അവയവങ്ങളും അംഗലാവണ്യവും പരപുരുഷന്മാരിലേക്ക് കാണിച്ചുകൊണ്ട് മുഖം മിനുക്കി ആഭരണം കിളിക്കൊണ്ട് നടക്കലാണ് അവരുടെ ലക്ഷ്യമെന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ. നിസാഉൻ കാസിയാത്, ആരിയാതുൻ മായിലാത്, മുമീലാത്. ചാഞ്ഞും ചെരിഞ്ഞും ഒട്ടകത്തിന്റെ പൂനയുണ്ടല്ലോ, ഒട്ടകത്തിന്റെ മുതുകുണ്ടല്ലോ, ആ മുതുക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ ശൈലിയിലുള്ള നടത്തവും ഇരുത്തവും കിടത്തവുമാണ് അവരുടെ കോലമെന്ന്. അവരുടെ മുടിക്കെട്ടുകൾ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവരുടെ കുടുമികൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ മുതുക് പോലെ സർവരും കാണുന്ന രീതിയിൽ നടക്കുമത്രേ. അഥവാ നല്ല ഹീലുള്ള ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമത്രേ. നല്ല പൊക്കമുള്ള ചെരുപ്പ്, ശരീരത്തിൽ ഉപ്പൂച്ച് പൊക്കി കാലിന്റെ ഉപ്പൂച്ച് പൊങ്ങി നിൽക്കുന്നതായ ചെരുപ്പ് ധരിച്ചുകൊണ്ട് സർവരും അതിനെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള ഒട്ടകത്തെ പ്രവാചകന്റെ അധ്യാപനം വളരെയേറെ പ്രസക്തമാണ് ഈ കാലം. സർവരും തന്നെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നടക്കും അത്രേ. അവരുടേതായ ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ളതായ ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സാരി ഉടുത്തുകൊണ്ടും പർദ്ദ ധരിച്ചുകൊണ്ടും തലമറയ്ക്കാതെ നടന്നുകൊണ്ടും ശരീരത്തിൻ്റെതായ വിവിധ ഭാഗങ്ങൾ പരപുരുഷന്മാരിലേക്ക് ദർശിപ്പിക്കുന്ന വിധത്തിൽ നടക്കുന്നതായ പെണ്ണുങ്ങളുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ അതാ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്ന അവൾക്കും അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആ ഭർത്താവിക്കുന്ന വഞ്ചിക്കുന്ന വിധത്തിൽ കാമകനുമായിട്ട് കറങ്ങിയടച്ച് നടക്കുന്ന പെണ്ണാളവൾ. മിസ്കോളിലൂടെ കടന്നു വന്നതായ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം ദുരിതനാ നിലർത്തിക്കൊണ്ട് അവസാനം ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ടോക്കറയിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ മെസ്സേജ് കൈമാറിക്കൊണ്ട് ഒരു രാത്രിയിൽ അവനുമായി ഒളിച്ചോടുന്ന രംഗമല്ലയോ കണ്ടുവരുന്നത്. ഈ നിലയ്ക്ക് ദുനിയാവിൽ വസ്ത്രം മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രനാണ് എന്ന നിലയ്ക്ക് നടക്കുന്നതായ പെൺമങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുന്നു, ലാ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. അവർ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കില്ല. വലാ യജ്ദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രവാചകൻ ഉടനെ തന്നെ പറയുന്നു, വഇന്ന റീഹഹാ ലതജിദു മസീറത കദാ വകദാ. എത്രയോ കിലോമീറ്ററുകളോളം 70,000 കിലോമീറ്ററുകളോളം 70,000 കിലോമീറ്ററുകളോളം, അതല്ല 7 ദിവസങ്ങളോളം 7,000 വർഷങ്ങളോളം എന്നൊക്കെ വിവിധ റിവായത്തുകളുണ്ട്. ഏതായിരുന്നാലും അത്രത്തോളം വർഷങ്ങളോളം അടിച്ചു വീശുന്നതായ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പറ്റുകയില്ലത്രേ ആ സ്ത്രീ വിഭാഗത്തിനെന്ന് പരിശുദ്ധ റസൂൽ. സ്വർഗത്തിന്റെ ആസ്വാദനം കിട്ടില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്ന് മാത്രമല്ല, കത്തിയാടുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ അത് കാരണമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ചിന്തിക്കണേ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ പ്രേരണ മൂലം മോശമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ നീ വസ്ത്രവിധാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഈ പരിശുദ്ധമായ ശോഭനമായ റജബ് മാസത്തിൽ നീ കരമുയർത്തി പ്രാർത്ഥിച്ചോ, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം അല്ലാ. മോശമായ രീതിയിൽ വസ്ത്രവിധാനം നടത്തിയതിൽ കാരണമായിട്ട് എനിക്ക് നാളെ സ്വർഗം നൽകാതെ കത്തിയാടുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയുന്ന അവസ്ഥ ഒരിക്കലും എനിക്കോ എന്റെ മക്കൾക്കോ കുടുംബങ്ങൾക്കോ നീ നൽകരുത് അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ സഹോദരി. ഇല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായ അവസ്ഥ നിനക്ക് വല്ലാതെ സംജാതമാകുന്നതാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശറഹ് മുസ്ലിമിലൂടെ രേഖപ്പെടുത്തുന്നു, ആരാണ് നിസാഉൽ കാസിയാത്ത്, വസ്ത്രം ധരിച്ചതായ നഗ്നകൾ ആരാണ്? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറഞ്ഞതായ വ്യക്തിത്വങ്ങളെ ഇമാം നവവി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അത് 3 നിലയ്ക്കാണ്. 3 നിലയ്ക്കാണ്. 3 കൂട്ടരെയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ്. മാനവരകൾ പറയുന്നു, അൽ-ഊലാ, ഒന്നാമത്തെ കൂട്ടർ അലൈഹിന്ന കിസ്വത്തുൻ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിത്രിൽ മർആ. ആ സ്ത്രീകളുടെ മേൽ വസ്ത്രമുണ്ട്, അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട്, പക്ഷേ വസ്ത്രം വളരെ ചെറുതാണ്. ബിഹൈസു അൻ തകൂന സിയാബു ഖസീറതാ, സാംസ്കാരികമായ രീതിയിൽ പിന്നോക്കമായി വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീകൾ, ശരീരത്തിന്റെ അവിടെയും ഇവിടെയും കീറിയതായ ബൂട്ട്കട്ട് ജീൻസുകൾ ധരിക്കുന്നതായ സ്ത്രീകൾ, സാരിത്തുമ്പുകൾ, തന്റെ വയറിന്റെ ഭാഗവും ഉദരഭാഗവും മറ്റുള്ളവർ ദർശിക്കട്ടെ, തന്റെ പൊക്കിൽ കൂടി മറ്റുള്ളവർ കാണട്ടെ എന്ന നിലയ്ക്ക് വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീകൾ, ഇങ്ങനെ അവിടെയും ഇവിടെയും ചുരുങ്ങിയ നിലയ്ക്ക് വസ്ത്രം ധരിക്കുന്നവർ, ബ്ലൗസിന്റേതായ കൈക്ക് ഇറക്കം കുറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ, അതിന്റെ മുൻഭാഗവും പിൻഭാഗവും വെട്ടിൽ കുറയ്ക്കുന്നവർ, ഇങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും മറ്റുള്ളവർ കാണണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ, അവർ തീർച്ചയായും നരകത്തിലാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമതായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താണ്? ശരീരത്തിലേക്ക് ഇടുങ്ങിക്കിടക്കുന്ന വസ്ത്രം, ശരീരത്തിലേക്ക് മുറുകി കിടക്കുന്നതായ വസ്ത്രം ധരിക്കൽ. ബിഹൈസു അൻ തകൂന സിയാബു ലൈകതാ, വസ്ത്രം ശരീരത്തിലേക്ക് വളരെ ചേർന്ന് വളരെ ടൈറ്റായി ഇടുങ്ങി നിൽക്കുന്നതായ വസ്ത്രം, ആ നിലയ്ക്കുള്ളതായ ബനിയനും ആ നിലയ്ക്കുള്ളതായ പാൻസും ഷർട്ടും അവയവങ്ങളും ചുരിദാറും പർദ്ദകളും ഏത് വസ്ത്രവുമാകട്ടെ എല്ലാം തന്നെ ധരിക്കല്ലത് ഹറാമാണ്. അതിലേക്ക് അവൾ എത്തിപ്പെടുന്നത് കത്തിയാളുന്ന നരകം വിലയ്ക്ക് വാങ്ങലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇടുങ്ങിയതായ വസ്ത്രം, ടൈറ്റുള്ള വസ്ത്രം, ശരീരത്തിലേക്ക് ഇടുങ്ങിയ വസ്ത്രം പുരുഷന്മാരും പറയുന്നതാണല്ലോ. ചില ആളുകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഉരിഞ്ഞു പോകുമെന്ന് കണ്ടു അത്രമാത്രം ഇറക്കിയിട്ടിരിക്കുകയാണ്, ഊര വരെ ഇറക്കിയിട്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒഴിഞ്ഞു പോകും. എന്ത് മോഡൽ! അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണല്ലോ. മുട്ടുപുക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കുന്ന ഇസ്ലാം. ഇന്ന് പുരുഷന്മാരിൽ അധികം തന്നെ എന്നിട്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും റുക്കോയും സുജൂദും കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കലാണ്. ആകെ ഇത്ര ഉള്ളൊരു ബനിയനാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അർത്ഥം കൂട്ടും. ചെറിയ ഷർട്ടും വളരെ ഇടുങ്ങിയതായ ബനിയനും ഇട്ടുകൊണ്ട് വന്നിട്ട് അതിന്റെ ബാഗ് ഇങ്ങനെ പിടിച്ച് വലിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവന്റെ ബഹിരാകാശവും അവന്റെ പഞ്ചായത്തുമടക്കം സർവ്വതും കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരിക. സുജൂദിൽ പോകുന്നതായ സഹോദരന്റെ വസ്ത്രധാരണ രീതി മോശമാണ്. അവരെ കാണുമ്പോൾ തന്നെ നമസ്കാരം തന്നെ ശരിയാവുകയില്ല എന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് അവന്റെ വസ്ത്രധാരണം. അവനെ ശൈത്താൻ പിടികൂടിയിരിക്കുന്നു, ദുർബോധനം അവരിലെത്തിയിരിക്കുന്നു.
ശൈത്താനിന്റെ കുതന്ത്ര വലയത്തിൽ അവൻ പിടിപെട്ടിരിക്കുന്നു. അതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ഇടുങ്ങിയ രീതിയിലുള്ളതായ ബനിയനും ഇടുങ്ങിയ രീതിയിലുള്ളതായ പാൻസുമൊക്കെ ധരിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൻ്റെതായ ബോഡി വെയിറ്റും അവന്റെ ശരീരത്തിൻ്റെതായ സിഫായ്ക്കുമൊക്കെ 10 പേര് കാണട്ടെ എന്ന നിലയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ സഹോദരാ, ഇത് പരിശുദ്ധ ദീനിന് ഘടകവിരുദ്ധമാണ്. നാളെ അതുകൊണ്ട് എത്തിയാടുന്നത് കത്തിയാടുന്ന നരകത്തിലേക്കാണ്. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെ വിവരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് മുസ്ലിമിലൂടെ രേഖപ്പെടുത്തുന്നു, സ്ത്രീകൾ തീർത്തും പർദ്ദ ധരിക്കുമ്പോൾ തന്നെ ഇടുങ്ങിയതായ വസ്ത്രം, അരയിടയ്ക്ക് നല്ല ഒതുക്കം കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ മറ്റുള്ളവർ ദർശിക്കട്ടെ എന്ന നിലയ്ക്ക് ഇടുങ്ങിയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണേ, ഈ തീർച്ചയായും നരകത്തിലാണ്. ആ വസ്ത്രധാരണം കൊണ്ട് സ്വർഗത്തിന്റെ പരിമളം ഒരു തുള്ളി പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മൂന്നാമത്തേതായി വിവരണം എന്താണ്? ഇമാം നബി തങ്ങൾ വിവരിക്കുന്നു, വഅലൈഹിന്ന കിസ്വ അൻ തകൂനൽ കിസ്വതു ഖഫീഫത അൻ തകൂനൽ കിസ്വതു ഖഫീഫത ബിഹൈസു യുറാമി മിൻ വറാഇഹൽ ജിൽദു. ശരീരത്തിലേക്ക് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏറ്റവും നേർമയായ വസ്ത്രമാണ്. ചില ഹോട്ടലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെന്ന് കയറുമ്പോഴത്തേക്കും തന്നെ ചില്ലിങ്ങനെ വെച്ചിരിക്കുന്ന അകത്ത് കിടക്കുന്ന ബോണ്ടയും പൊറോട്ടയും സർവ്വതും കാണാൻ വേണ്ടി എന്നതുപോലെ ശരീരത്തിൻ്റെതായ ഉള്ളിൽ കിടക്കുന്ന സകലതും കാണട്ടെ എന്ന നിലയ്ക്ക് ഏറ്റവും നേരിയ രീതിയിലുള്ള നേർമയായ വസ്ത്രം. ഇതെങ്ങനെ പോയി സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നാണമില്ല സഹോദരന്മാരെ, കടയിൽ പോയിട്ട് തിരക്കാണ്, നല്ല കണ്ണിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഇതൊന്നും അല്ല, ഇതല്ല, വേറെ അടുത്തത്. അവസാനം പോയി എത്തിപ്പെട്ടത് ഏറ്റവും നേർമയായ ഏറ്റവും നേരിയതായ വസ്ത്രം. ശരീരത്തിൽ കടന്നാൽ തന്റെ ശരീരത്തിന്റെ തൊലിയും നിറവും ശരീരത്തിലേക്ക് അഴിച്ചിരിക്കുന്ന സ്പ്രേയുടെ മണവും വരെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അതിനുള്ളിലുള്ള സകല അവയവങ്ങളും മറ്റുള്ളവർ ദർശിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നേരിയ വസ്ത്രം. ആ രീതിക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കൽ അവൾ നാളെ കത്തിയാണെന്ന് നരകത്തിലേക്ക് ആപതിക്കാൻ കാരണമാകുമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഈ നിലയ്ക്ക് ഇമാം നവവി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്നതായ മനുഷ്യൻ, ഹബീബായ നബി തങ്ങളുടെ തിരു അധ്യാപനങ്ങളെ മനസ്സിലാക്കാതെ നടക്കുന്ന മനുഷ്യൻ നാളെ തീർച്ചയായിട്ടും അവന് മോശമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ആപതിക്കാൻ അത് നിദാനമാകും, അത് കാരണമാകുമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. എന്തുമാത്രം നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നു. ആ നിയമങ്ങളൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയല്ലോ, സ്ത്രീകൾ അവരുടെ മുഖം മറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വ്യക്തമാക്കിയല്ലോ. യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. ഓ പ്രവാചകരെ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടും അവിടുത്തെ പ്രിയപ്പെട്ട പെൺമക്കളോടും മുസ്ലിമീങ്ങളായ സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ. യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അവർ ധരിച്ചിരിക്കുന്നതായ തലയുടെ തട്ടം അവരുടെ മുഖത്തേക്ക് മറച്ചിടട്ടെ. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞു കയ്യും കാലും മുഖവും നെഞ്ചുമൊക്കെ മറയ്ക്കാൻ. ഇപ്പൊ അല്ലാഹു തആല പറയുന്നു മുഖം കൂടി മറയ്ക്കട്ടെ, അന്യരിൽ നിന്ന് മറച്ചിടട്ടെ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അവരുടെ മുഖം കൂടി അവർ മറയ്ക്കട്ടെ. തലയിൽ ജനിച്ചിരിക്കുന്ന തലയിൽ തട്ടമെടുത്ത് അവരുടെ മുഖം അന്യപുരുഷരിൽ നിന്ന് മറയ്ക്കട്ടെ. എന്തിനാണ് പെണ്ണേ
പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമാക്കുന്നു, ദാലിക അദ്നാ അയ്യുറഫിൻ ഫലാ യുദൈൻ ഫലാ യുദൈൻ. ആ ചാരിത്ര ശുദ്ധിയുള്ളതായ സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയത്രേ പതിവ്രതകളായ സ്ത്രീകൾ നാട്ടിൽ എന്ന് വ്യക്തമാകുന്നത് അവർ മുഖം മറച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അന്യരായ പുരുഷന്മാരെ തൊട്ട് മുഖം മറക്കുന്നതായ സ്ത്രീകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ അനിയത്തി, നിങ്ങളുടേതായ സ്ത്രീകൾ അവർ അന്യ പുരുഷന്മാരിൽ നിന്ന് മുഖം മറച്ചു നടക്കുന്നത് എങ്കിൽ അവൾ പതിവ്രതയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം. ഇത് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ. പതിവ്രതകളായ സ്ത്രീകളെ, ചാരിത്ര ശുദ്ധിയുള്ളതായ സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയത്രേ അവരുടെ തലയിൽ ഇരിക്കുന്ന തട്ടം മുഖത്തേക്ക് കുടിയിടണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ തലയിലെ തട്ടം മുഖത്തേക്ക് ഇട്ട് നടക്കുന്ന പെണ്ണിനെ ആരും തന്നെ ശല്യം ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഈ ലോകം മുഴുവനും ബലാത്സംഗങ്ങളും പീഡനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഓരോ 20 മിനിറ്റുകളിലും ഓരോ പീഡന മരണങ്ങളും, ഓരോ 18 സെക്കൻഡുകളിലും 18 മിനിറ്റുകളിലും ഓരോ ബലാത്സംഗങ്ങളും കേസുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം പ്രസക്തമാണ്. സ്ത്രീകളെ ശല്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ അവരുടേതായ അംഗലാവണ്യം പൂർണ്ണമായി മറച്ചുകൊണ്ട്, അവരുടെ മുഖം വരെ മറച്ചുകൊണ്ടവർ നടക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ചില സ്ത്രീകളുണ്ട്, മുഖം മിനുക്കി ആഭരണം കിലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവർ ആഭരണം കിലുക്കിക്കൊണ്ട്, മുഖം മിനുക്കിക്കൊണ്ട്, ഫെറാലോലി ഇട്ടുകൊണ്ട്, ശരീരത്തിൻ്റെതായ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നന്നാക്കിക്കൊണ്ട്, പിരികം നല്ലതുപോലെ ആക്കിക്കൊണ്ട് നടക്കുന്നതായ ചില സ്ത്രീകളുണ്ട്, മംഗമാരുണ്ട്. വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിച്ചുകൊണ്ട് അന്യരായ പരപുരുഷന്മാരോടൊപ്പം കടകമ്പോളങ്ങൾ നിരങ്ങിയും ബീച്ച് വസ്തുക്കളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് വണ്ടികളിലും എല്ലാ തരത്തിലും കയറിക്കൊണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നതായ ചില സ്ത്രീകളുണ്ട്. പരിശുദ്ധ റസൂൽ അവരെ കുറിച്ച് പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർഅ ഇന്നി ലഉബ്ഗിദുൽ മർഅ, നിശ്ചയം ഞാനൊരു സ്ത്രീയെ വല്ലാതെ ദേഷ്യപ്പെടുന്നു. എനിക്കൊരു സ്ത്രീയോട് വല്ലാത്ത ദേഷ്യമാണ്, എനിക്കൊരു സ്ത്രീയോട് വല്ലാത്ത ക്രോധമാണ്. ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീ എന്നറിയുമോ? തജുറു ദൈലഹാ, അവൾ നാട് നീളെ നിരങ്ങുന്നു. തജുറു ദൈലഹാ, അവളുടെ തുണിയുടെ കോന്തൽ നിലത്തൂടി വലിച്ചെടുക്കുന്നു. അഥവാ റോഡ് മുഴുവനും നിരങ്ങി, കടകമ്പോളങ്ങൾ മുഴുവനും നിരങ്ങി, എല്ലാ സ്ഥലത്തും ചെല്ലുന്നു, എല്ലാ വീടുകളിലും ചെല്ലുന്നു, എല്ലായിടത്തും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വസ്ത്രധാരണ രീതി മോശമായ രീതിയിൽ വർത്തിക്കുന്ന പെണ്ണ്. അവൾക്കുള്ള പരാതി ഒന്ന് മാത്രമാണ്, വതസ്തകീ സൗജഹാ, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് നേരം വെളുക്കുമ്പോൾ അവൾക്ക് വേണ്ടി, അവളുടെ മക്കൾക്ക് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതായ പ്രിയപ്പെട്ട ഭർത്താവ് 5 വക്ത് നമസ്കരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ ഭാര്യമാർക്കും നല്ല രീതിയിലുള്ളതായ ആസ്വാദനങ്ങളും നല്ല രീതിയിലുള്ള സുഖങ്ങളും കൊടുക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിനെ കുറിച്ച് അവൾക്ക് മോശമായ അഭിപ്രായമാണ്, ആ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ് അവൾക്കുള്ളത്. വതസ്തകീ അൻ സൗജിഹാ, ആ
പാവപ്പെട്ട ഭർത്താവിനെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ കാമുകരോടും നാട്ടുകാരോടും മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ അംഗലാവണ്യം പരപുരുഷന്മാരിലേക്ക് കാണിക്കുന്ന വിധത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണേ, നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ ക്രോധം വെക്കുന്നത്. ആരാണ് ക്രോധം വെക്കുന്നത്? ആരാണ് ഇഷ്ടപ്പെടാത്തത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജഗന്നിയന്താവായ പടച്ചറപ്പ് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞു നിന്നുകൊണ്ട് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മാനവരാശികൾക്കും മാർഗദർശനം കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പുങ്കവനാണ് നിന്നോട് ദേഷ്യം പിടിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള സ്ത്രീകൾ. പ്രവാചകൻ പറയുന്നു, ഇന്നി ലഉബ്ഗിദുൽ മർഅ, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയോട് വല്ലാത്ത ദേഷ്യം. വസ്ത്രം ധരിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാണ്, കടകമ്പോളങ്ങൾ നിറങ്ങി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാണുന്ന കടകളിലെല്ലാം തന്നെ നിരങ്ങി ഫെസ്റ്റാണ്, സർവ്വതും ഷോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ തന്നെ പരപുരുഷന്മാരുമായിട്ട് ഇങ്ങനെ റോഡുകൾ നിരങ്ങി. എത്ര മോശമാണ്! അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യമാണ് അവരോട്. സ്ത്രീകൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പരിശുദ്ധ ഇസ്ലാം. വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാത്ത്, നമസ്കാരവും ഇബാദത്തും നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾ അവരുടെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകൾ നല്ലൊരു മുത്താണ്, പവിഴമാണ്. മുത്തും പവിഴവും ആരും കൊണ്ടുവന്ന് ഒരിക്കലും കടകമ്പോളങ്ങളിലോ നിരത്തുകളിലോ കൊണ്ടുവന്ന് വലിച്ചെറിയില്ലല്ലോ. ആ പവിഴവും മുത്തും എപ്പോഴും ഗോപ്യമാക്കി വെക്കും, മറച്ചു വെച്ച് വീടിന്റെ അകത്തളത്തിൽ, വീടിന്റെ ഉള്ളിൽ എപ്പോഴും സുരക്ഷിതയായി ഇരിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ആ പവിഴമാകുന്ന മുത്താകുന്ന സ്ത്രീ റോഡിൽ ഇറങ്ങിക്കൊണ്ട് കടകമ്പോളങ്ങളിലും ചീത്ത വാക്കുകളും ചീത്തതായ സ്ഥലങ്ങളിലും റോഡിലുമൊക്കെ നിരങ്ങിക്കൊണ്ട് നടക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ സൗദ എന്ന് പറയുന്ന മഹദി വലിയ ധർമ്മിഷ്ഠയായിരുന്നു. ആ സൗദയോട് ചോദിച്ചു അത്രേ, ഖീല ലി സൗദ ലിമ തഹജീന വ തഅതമിരീൻ, എന്തേ നിങ്ങൾ ഹജ്ജിനൊന്നും പോകാത്തത്, എന്തേ നിങ്ങൾ ഉംറയ്ക്കൊന്നും പോകാത്തത് എന്ന് സൗദ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചപ്പോ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അത്രേ, വഖദ് ഹജ്ജതു വഅതമറതു, ഞാൻ ഒരു പ്രാവശ്യം ഹജ്ജും ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. وأمرني الله أن أقر في بيتي, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ പടച്ചറപ്പ് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പെണ്ണേ നീ വീട്ടിലിരിക്കണേ എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന ഞാൻ പാലിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് സൗദാ റളിയല്ലാഹു അൻഹാ. ചിന്തിക്കണേ, വളരെയേറെ അർത്ഥവത്തായ വചനമാണ്. ഹജ്ജും ഉംറയ്ക്കും വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങാ സ്ത്രീകൾ. ഒരു വട്ടം ചെയ്ത ഉമ്മമാര് പിന്നെ ഇങ്ങനെ ഇറങ്ങാണ്, കാണുന്ന ഗ്രൂപ്പിലൊക്കെ കയറുന്നു. അതൊരു ടൂറിസമായി സിയാറത്ത് അന്യപുരുഷന്മാരോടൊപ്പം പരപുരുഷന്മാരോടൊപ്പം നാണമില്ല. പരിശുദ്ധ ഇസ്ലാം സിയാറത്തും അത് സുന്നത്താക്കിയതും അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ചര്യയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും. പക്ഷേ ഇന്ന് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാർ അന്യപുരുഷന്മാരോടൊപ്പം പരപുരുഷന്മാരോടൊപ്പം സിയാറത്ത് ടൂറുകളുമായിട്ട് മോശമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നത് സർവ്വസാധാരണമല്ലയോ? എത്ര മോശമാണ്! ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരണ്ടയോ പ്രിയപ്പെട്ട മുഅ്മിനേ? ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണ്ടയോ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും നയങ്ങളും ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നതിനോടൊപ്പം ആ ഇസ്ലാം നമ്മളുടെ കൈകളിലേക്ക് നൽകിയതായ സ്വഹാബത്തെ കിറാമിന്റേതായ മാർഗ്ഗവും അതേ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിത ചരിതങ്ങളും മുറുകെ പിടിക്കുക.
അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക, സൗദാ ബീവിയെ കണ്ടു പഠിക്കുക. എന്തേ നിങ്ങൾ ഹജ്ജ് ഇങ്ങനെ പോകാത്തത്, എന്തേ നിങ്ങൾ ഉംറ ഇങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ ഒറ്റവട്ടം ഹജ്ജും ഉംറയും ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, അതാണ് എന്നോട് പരിശുദ്ധ ഇസ്ലാം നിർമ്മയമായി പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതലായി പോകാൻ എനിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ എന്നോട് ഓർമ്മപ്പെടുത്തിയത് വീടിന്റെ അകത്തളത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ എന്നാണ്. ആ കൽപ്പന പൂർണ്ണമായി ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ വീടിന്റെ അകത്തളത്തിൽ കഴിയാൻ താല്പര്യം കാണിക്കുന്നു എന്ന് ബീവി സൗദാ. ചിന്തിക്കൂ സഹോദരൻ, എത്ര നല്ല അർത്ഥവത്തായ പടങ്ങൾ. നമ്മൾ ആരെയാ കണ്ടുപിടിക്കേണ്ടത്, ആരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത്, ആരെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ. ചില ആളുകൾ പറയുന്നുണ്ട് വസ്ത്രം മോശമായ രീതിയിലാക്കിയാൽ എന്താ? യൂറോപ്പിൽ കണ്ടില്ലേ, അമേരിക്കയിൽ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത് എന്ത് പ്രശ്നമുണ്ട്? യാതൊരു കുഴപ്പമില്ല, ആർക്കും ഒരു ബന്ധപ്പെടുന്നില്ല. അവരെല്ലാവരും തന്നെ മോശമായ രീതിയിൽ അവിടെ ഇവിടെയും കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്, അവിടെയും യാതൊരു കുഴപ്പമില്ല. എന്നാൽ സഹോദര ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യയ ശാസ്ത്രമാണ്. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യയ ശാസ്ത്രം ലോകത്തിലേക്ക് നൽകിയത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെയും അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയും ജനിച്ചു കഴിഞ്ഞിട്ടുള്ളതായ സർവ്വവിധ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ള ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആലയാണ്. ആ പടച്ചറപ്പാണ് ഈ നിയമം ലോകർക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യന് സുരക്ഷിതത്വത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ മുഖം കൂടി മറച്ചു നടക്കണേ എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. വേശ്യാലയങ്ങളുടെയും നിശാ ക്ലബ്ബുകളുടെയും പരദീസയായ അമേരിക്കയിൽ ഒരു പുസ്തകം ഇറക്കിയല്ലോ, ദ ക്രൈം ഇൻ യുഎസ്എ. അമേരിക്കയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു 970 എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലൂടെ ലോകത്ത് വിവരിക്കുന്നു 970 കാലഘട്ടത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, പീഡനവും ബലാത്സംഗവുമായ കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1.5 ലക്ഷത്തോളം. അവസാനം അത് 980 കടന്നപ്പോൾ 3.5 ലക്ഷമായി വർദ്ധിച്ചു. 990 എത്തിയപ്പോൾ അത് 8.5 ലക്ഷമായി, അഥവാ 4 ഇരട്ടിയായി വർദ്ധിച്ചു. എന്റെ പ്രിയമുള്ള സഹോദര, ഇതാ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ കുറ്റകൃത്യങ്ങൾ എന്ന രീതിയിൽ തന്നെ ഇറക്കിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ തന്നെ മാലോകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വസ്ത്രധാരണ രീതി പകരമായത് കൊണ്ടാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, തീർച്ചയായും നന്നാക്കണം നമ്മുടെ വസ്ത്രധാരണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മളുടെ കുടുംബങ്ങൾ എല്ലാവരുടെയും വസ്ത്രധാരണ രീതി നന്നാക്കിയേ പറ്റൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിത ചരിതങ്ങൾ അതാണ് നമ്മൾക്ക് മാതൃകയാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ സിദ്ദീഖ. മഹദി അവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. സിയാറത്ത് പുണ്യമുള്ളതാണ്, സിയാറത്തിന് മഹത്വമുണ്ട്, പൊരുത്തമുണ്ട്, ഗുരുത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. മഹദി അവറുകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പ്രവാചകന്റെ തിരുചാരത്തിരുന്നുകൊണ്ട് സിയാറത്ത് നടത്തി. كنت أدخل بيت الذي دفن فيه رسول الله. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പ്രവാചക പുങ്കവൻ വഫാത്തായി അവിടുന്ന് മറമാടപ്പെട്ട് കിടക്കുന്നതായി എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ സിയാറത്തിനായി കൃത്യമായി പോകുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ.
പ്രവാചകൻ മരണപ്പെട്ടു. ആ പ്രവാചകന് ശേഷം ഒന്നാമത്തെ ഖലീഫയായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അവരെയും കൊണ്ടുവന്ന് അടക്കി എന്റെ ഉപ്പയുടെ സവിധത്തിൽ തന്നെ, അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് തന്നെ എന്റെ ഉപ്പയെ കൊണ്ടുവന്ന് അടക്കി. രണ്ടുപേരെയും കൊണ്ടുവന്ന് എന്റെ വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവന്നു വെച്ചു. എന്റെ റൂമിന്റെ അകത്ത് തന്നെ കൊണ്ടുവന്നു വെച്ചു. ഞാൻ അവരുടെ രണ്ടാളുകളെയും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. ആ സമയത്ത് ഞാൻ സിയാറത്തിന് ചെല്ലുമ്പോൾ എന്റെ വസ്ത്രം ചിലപ്പോൾ നല്ല രീതിയിൽ ആയിരുന്നില്ല. അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഈ ലോകത്തിന്റെ നായകനാകുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ പ്രവാചകനാണ് കിടപ്പുള്ളത്. അതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എന്റെ ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ സകല അവയവങ്ങളും എനിക്ക് കാണിക്കൽ അനുവദനീയമാണ്. എന്റെ പ്രിയപ്പെട്ടതായ ഉപ്പ മറ്റൊരാൾ കിടക്കുന്ന ആ ഉപ്പയുടെ സവിധത്തിൽ ചെല്ലുമ്പോൾ തന്നെ മുഖവും മുങ്കയും ശരീരത്തിൻ്റെതായ കാലും നെരിയാണിയും ഒക്കെ കാണിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുഖം മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ തല മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ നെരിയാണിക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ മുങ്കൈ മറയ്ക്കാത്ത നിലയ്ക്കൊക്കെ ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ആ നിലയ്ക്കൊക്കെ ഞാൻ സിയാറത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ വലമ്മാ ദുഫിന ഉമറു വലമ്മാ ദുഫിന ഉമറു, കിസറിന്റെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിട വിറപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഉമർ എന്ന് പറയുന്നതായ വ്യക്തിത്വം ഒരു വഴിയിലൂടെ കടക്കുകയും അതിന്റെ മറുതലത്തിൽ കൂടി ശൈത്താൻ കടക്കുകയും ചെയ്താൽ ശൈത്താൻ ഉമറിന്റെ വരവ് കണ്ടുകൊണ്ട് ദൂരേക്ക് പറന്നുകൊണ്ട് പോകുമെന്ന് പഠിപ്പിച്ചതായ ഉമർ ബിനുൽ ഖത്താബ്. ഖത്താബ് തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നോട് വന്ന് അനുവാദം ചോദിച്ചു. എന്റെ അടുക്കൽ വന്നുകൊണ്ട് ആളെ പറഞ്ഞയച്ചു. മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നായകന്റെ സമിതിയിൽ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ എന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് അടങ്ങാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആയിഷ സമ്മതിച്ചാലും സമ്മതം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയായ ലോകത്തിന്റെ നായകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടഭാജനമായി ഹൃദയത്തിന്റെ ഗത്തളങ്ങളിൽ വല്ലാതെ സന്നിവേശിപ്പിച്ചതായ മഹൽ വ്യക്തിത്വമായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സമ്മതം കൊടുത്തുവത്രേ. മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നടക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് കൊണ്ടുവന്നടക്കിയത്രേ. എന്റെ പ്രിയമുള്ള സഹോദര, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പാഠം ഉൾക്കൊണ്ടത്. ഫലമാ ദുഫിന ഉമറു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവന്നടക്കിയതിനു ശേഷം ബീവി ആയിഷ സിദ്ദീഖ പറയുകയാണ്, ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്തമായ പടച്ചറപ്പ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ വരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ദഖൽതു ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ ഫിയാബി, ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് പിന്നെ സിയാറത്തിന് ആ റൂമിലേക്ക് കടന്നിട്ടില്ല. ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ ഫിയാബി, എന്റെ ശരീരം മുഴുവനും വസ്ത്രം മറച്ചിട്ടല്ലാതെ മൂടി പൊതിച്ചിട്ടല്ലാതെ ഞാൻ കടന്നിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിക്കണേ. അവർ നമുക്ക് അന്യരായ പുരുഷന്മാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ സവിധത്തിലേക്ക് സിയാറത്തിന് പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വൃദ്ധം ശ്രവിക്കുന്ന സഹോദരിമാരെ, പൂർണ്ണമായി വസ്ത്രധാരണ രീതി കൈക്കലാക്കണേ. സിയാറത്തിന് പോകുമ്പോഴും തന്റെ വീടിന്റെ അകത്തളത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും എപ്പോൾ പുറത്തിറങ്ങിയാലും ശരീരത്തിൻ്റെതായ പൂർണ്ണമായ അവയവങ്ങൾ മറച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ഇറങ്ങരുതേ. അല്ലാതെ നിങ്ങൾ പുറപ്പെട്ടാൽ അത് പരിശുദ്ധമായ ദീനിന് ഘടകവിരുദ്ധമാണ്. അതിലൂടെ നിങ്ങളുടെ മാനത്തിന് വില പറയാൻ പോലും നിങ്ങൾക്ക് എത്തിപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശല്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ പൂർണ്ണമായി വസ്ത്രവിധാനം നടത്തണം. അല്ലാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് സെക്കൻഡറി മദ്രസയിലേക്ക് നല്ല രീതിയിലുള്ള തുക നിങ്ങളേവരും സംഭാവന. സ്വഹാബത്തെ കിറാം മുഴുവനും അതിൽ ജാഗരൂകരായി നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ സൈന്യത്തിലേക്ക് തങ്ങളും അണിചേരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി, അനുരാഗത്തോടുകൂടി ലോകത്തിന്റെ നായകന്റെ വിളി കേട്ടുകൊണ്ട് സ്വഹാബത്തേക്ക് ഒന്നടങ്കം ചെന്നപ്പോ അതിൽ ഒരു ചെറുപ്പക്കാരനും അണിചേർന്നു. ഒരു ചെറുപ്പക്കാരനും വന്നു ചേരുകയാണ്. 18 വയസ്സുള്ള യുവകോമളനായ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ ഹബീബായ നബി തങ്ങൾ ആ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാതെ സന്തോഷിച്ചു. മനസ്സിൽ അൽഹംദുലില്ലാഹ് പൊഴിഞ്ഞു. പ്രവാചക ഭഗവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിലേക്ക് ആ സഹോദരനെയും കൂട്ടിപ്പോയത്. യുദ്ധം കണ്ടു, യുദ്ധം കൊടുമ്പിരി കൊണ്ടു, യുദ്ധം അവസാനിച്ചു. ആ യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന രണഭൂമിയിലേക്ക് ഒരു സഹോദരി ഓടി വരികയാണ്. جاءت امرأة إلى النبي صلى الله عليه وسلم. ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ഒരു സ്ത്രീ ഓടി വരികയാണ്. ആ സ്ത്രീയുടെ പേരെത്രേ? യുഖാലു ലഹാ ഉമ്മു ഖല്ലാദ്. ഉമ്മു ഖല്ലാദ് എന്ന പേരുള്ള നാമമുള്ള ഒരു പെണ്ണാണ് ഓടി വരുന്നത്. ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരുന്നത് ഉമ്മു ഖല്ലാദ് എന്ന പേരുള്ളതായ ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ സവിധത്തിലെത്തിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു, അത്രേ എന്താണ് നീ വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. ആ പെണ്ണ് ചോദിക്കുന്നു, തസ്അലു അന്നി ബിനിഹാ. പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ടതായ മകനെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും നയങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഉപോത്ബലകമായി ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേര് യുദ്ധത്തിന് വേണ്ടി എന്റെ മകനെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. 18 വയസ്സുള്ള എന്റെ പിഞ്ചോമന മകൻ, അവനെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ളതാണ്. അവനെന്തിയേ വഹിയ തസ്അലു അന്നി ബിനിഹാ. പ്രിയപ്പെട്ട മകനെ കുറിച്ച് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്തെ കിറാം ഒന്നടങ്കം പറഞ്ഞു, വഹുവ മഖ്തൂൽ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണപൊരുതിക്കൊണ്ട് പോർക്കളത്തിൽ വീരശഹീദായിക്കൊണ്ട് വീരമൃത്യു വരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകനെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുമ്പോഴും ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് സർവ്വരം നോക്കുന്നു. ഒരു അവയവം പോലും പുറത്തേക്ക് കാണുന്നില്ല. ഒരു അവയവം പോലും, ഒരു കണ്ണ് പോലും പുറത്തേക്ക് കാണുന്നില്ല. കണ്ണ് പോലും പുറത്തേക്ക് കാണുന്നില്ല. കണ്ണ് പോലും എങ്ങനെയാ പെണ്ണ് നോക്കുന്നതെന്ന് പോലും അറിയില്ല. അതാ നിലയ്ക്ക് ശരീരം മുഴുവനും കരിമ്പടം പുതച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ഭയചകിതമായ അന്തരീക്ഷത്തിൽ, ഭീമത്സകമായ അവസ്ഥയിൽ തന്റെ പ്രിയപ്പെട്ട മകൻ ശത്രുവശം വന്നുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് മരണപ്പെട്ടു ലോകത്ത് നിന്ന് എന്നൊരു ഉമ്മ അറിഞ്ഞിട്ട് പോലും ആ
ആ ഉമ്മ പതറുന്നില്ല, ചിതറുന്നില്ല. ആ ഉമ്മ അവിടെ തന്നെ അതേ നിൽപ്പ് തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ തന്നെ ആ ഉമ്മ നിൽക്കുകയാണ്. ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ ശരീരം മുഴുവനും കരിമ്പടം പതച്ച് കണ്ണുവരെ മൂടി പതച്ചുകൊണ്ട് നിൽക്കുന്നതായി ഉമ്മയെ കണ്ടു. സ്വഹാബത്തെ കിറാം മുഴുവനും ആശ്ചര്യത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്ന നിലയ്ക്ക് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്ത നിങ്ങളുടെ കർണപുടങ്ങളിൽ അലയൊലി കൊണ്ടിട്ട് പോലും, അവൻ ഷഹീദ എന്ന് പറഞ്ഞിട്ട് പോലും അവനെ ഒന്ന് കാണാൻ പോലും നിങ്ങളുടെ മുഖം മൂടിയൊന്ന് മാറ്റുന്നില്ലല്ലോ, നിങ്ങളുടെ മുഖത്ത് നിന്ന് തുണിയൊന്ന് മാറ്റുന്നില്ലല്ലോ. എവിടെ എന്റെ മകനെന്ന് ചോദിച്ചുകൊണ്ട് പോർക്കളത്തിലൂടെ അലമറിയിട്ടുകൊണ്ട് വാമിട്ടുകൊണ്ട് നിങ്ങൾ കരയുന്നില്ലല്ലോ, മാറത്തടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് നിലകൊള്ളുന്നില്ലല്ലോ. ഇത്രത്തോളം ഈമാനികമായ ആവേശം നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ്? ഉമ്മു ഖല്ലാദ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തിന് കൊടുക്കുന്ന ഉപദേശം, ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് കൊടുക്കുന്നതായ ഉപദേശം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് ആലോചിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യേണ്ട പദമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന പണ്ട് ലോകത്തോട് കൊടുക്കുന്ന ഉപദേശം, ഇദ്ഹബ വലദീ ഫലം യദ്ഹബ ഹയാഇ, എന്റെ പ്രിയപ്പെട്ട മകൻ ഈ ഗോദയിൽ വെച്ച് മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും നയങ്ങളും ഈ ലോകത്ത് നിലനിൽക്കണമെന്നുള്ള ഉറച്ചമായ വിശ്വാസം കൊണ്ട് പറഞ്ഞയച്ചതാണ് എന്റെ മകനെ, എന്റെ പ്രിയപ്പെട്ട 18 വയസ്സുള്ള യുവകോമളനായ മകനെ ഞാൻ പറഞ്ഞയച്ചതാണ്. അവൻ അല്ലാഹുവിന്റെ ദീനിൽ മരണപ്പെട്ടാലും അവനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും വലം യദ്ഹബ ഹയാഇ, ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്നവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എന്റെ ലജ്ജ പോയിട്ടില്ല, എന്റെ ലജ്ജ പോയിട്ടില്ല എന്ന് ആ ഉമ്മ ലോകത്തോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും ഹബീബായ നബി തങ്ങളുടെ തിരു അധ്യാപനങ്ങളിലൂടെയും വസ്ത്രം ധരിക്കണേ, അത് പൂർണ്ണമായി മറയ്ക്കണേ, അന്യരിൽ നിന്ന് മറയ്ക്കണേ എന്ന് പ്രവാചക പുങ്കവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, അവിടെ തനിയായ വൃന്ദത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ എന്റെ ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ പോലും ആരും തന്നെ കാണില്ല, ദർശിക്കില്ല. അത്രത്തോളം സൂക്ഷ്മത ഭരിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്റെ ലജ്ജയുടെ കാരണം കൊണ്ടാണെന്ന് ഉമ്മു ഖല്ലാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, കേൾക്കണോ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചാടി എണീറ്റിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ പറയുന്നു, യാ ഉമ്മ ഖല്ലാദ്, ഓ ഉമ്മ ഖല്ലാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൻ നീ പരിശുദ്ധമായ യുദ്ധത്തിന് വന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഷഹീദായതിന്റെ പേരിൽ അവന് കിട്ടുന്നതായ കൂലി എന്തെന്നറിയുമോ? നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മയായതുകൊണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മയായതുകൊണ്ട് ഇബ്നുകി അജ്റു ഷഹീദൈ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ പരിശുദ്ധമായ ദീനിന് വേണ്ടി, ആ ദീനിന്റേതായ വസ്തുക്കളെ, നിയമങ്ങളെ, ആദർശങ്ങളെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിച്ചുവെങ്കിലും ഷഹീദിന്റെ പട്ടികയിലേക്ക് അവൻ ഉയർന്നുവെങ്കിൽ അവന് നാളെ പാരത്രിക ലോകത്ത് പടച്ചറപ്പിന്റെ ദർബാറിൽ സർവരും വിറങ്ങലിച്ചു നിൽക്കുന്ന കോടതിയിൽ അവന് അല്ലാഹു കൊടുക്കുന്ന കൂലി എന്തെന്നറിയുമോ? ഇബ്നുകി അജ്റു ഷഹീദൈ, 2 ഷഹീദിന്റെ കൂലിയാണ്, 2 ഷഹീദിന്റെ കൂലിയാണ്, ഒരു ഷഹീദിന്റെ കൂലിയല്ല, ഒരു ഷഹീദിന്റെ കൂലിയല്ല. നിങ്ങളുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് നിങ്ങളുടെ മകന് നാം കൊടുക്കുന്നത് 2 ഷഹീദിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ വെല്ലുവിളിക്കുന്നു സഹോദര, ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് നമ്മുടെ മക്കൾക്കോ നമ്മളുടെ കുടുംബങ്ങൾക്കോ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു അടി മുന്നിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഉപകരിക്കുമോ അതോ ഇല്ലയോ?
സ്വർഗത്തിലേക്ക് ഒരടി മുന്നേറാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരുടെയും സഹോദരിമാരുടെയും വസ്ത്രധാരണ രീതി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതാ എനിക്ക് ചോദിക്കാറുള്ള ചോദ്യം. അതോ നരകത്തിലേക്കാണോ പോകുക? അല്ലാഹു കാത്തിരിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് തന്റെ പ്രിയപ്പെട്ട മകൻ ഗോദയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും, യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയെന്നറിഞ്ഞിട്ട് പോലും ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും പുറത്തേക്കാരും തന്നെ കാണാത്ത നിലയ്ക്കുള്ള വസ്ത്രധാരണ രീതി നടത്തിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയ്ക്ക് കൊടുക്കുന്ന ഓഫർ, നിങ്ങളുടെ മകന് നാളെ പാരത്രിക ഗോലോകത്ത് പടച്ചറപ്പ് നൽകുന്നത് ഇബ്നുകി അജ്റു ശഹീദൈ, 2 ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാത്തൊരു അധ്യാപനമാണ് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ. 60-70 വയസ്സ് മാത്രമുള്ള ജീവിതം. ഇതല്ലേ അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60-70 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ലോകത്ത് നിന്ന് അസ്തമിക്കും. എന്തിനാ നമ്മൾ ഈ അണിഞ്ഞ വസ്ത്രം, എന്തിനാ മുഷിഞ്ഞ വസ്ത്രം, എന്തിനാണ് ഈ നഗ്നമായ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രം? ആരെ കാണിക്കാനായി മോഡൽ? ഏറ്റവും നല്ല മോഡലുകൾ പഠിപ്പിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലേക്കും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന ആയിഷ സിദ്ദീഖയും സൗദാ ബീവിയും ഒക്കെയുള്ള ജീവിതത്തിലേക്കും ദർശനങ്ങളിലേക്കും നമ്മൾ മടങ്ങി ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.